പ്രൈസ് ദ ലോർഡ്. അരോമ ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി നിങ്ങളോടൊപ്പം ഇന്ന് ആയിരിക്കുന്ന ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ ഇന്ന് നാം കേൾക്കുന്ന സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ തികച്ചും വ്യത്യസ്തമായ ഒരു ദൈവിക സ്പർശനത്തിന്, ഇടപെടലിന് മുഖാന്തരമായി തീരുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഇന്ന് നമ്മോട് സാക്ഷ്യം പങ്കുവയ്ക്കുന്നത് കർത്താവിൽ പ്രസിദ്ധനും നിത്യതയിൽ വിശ്രമിക്കുന്നതുമായ പ്രിയ മുട്ടം ഗീവർഗീച്ചാന്റെ മൂത്ത കൊച്ചുമകനാണ് പാസ്റ്റർ സാം ചെന്നിത്തല. നമ്മോട് തൻ്റെ ജീവിതാനുഭവങ്ങൾ സംസാരിക്കുന്നു. അദ്ദേഹം കടന്നുപോയ ജീവിതത്തിലെ വ്യത്യസ്ത അനുഭവങ്ങൾ, കർത്താവിൻ്റെ വേലയുമായി ബന്ധപ്പെട്ട് ഇറങ്ങിത്തിരിക്കുവാനിടയായി തീർന്ന സാഹചര്യം, സങ്കീർണമായ ചില അനുഭവങ്ങൾ, ഒരുപക്ഷെ അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ അനുഭവമായി നിങ്ങൾക്ക് തോന്നാം. ആദ്യ അവസാനം സ്കിപ്പ് ചെയ്യാതെ ഈ സാക്ഷ്യം നിങ്ങൾ കാണുകയും കേൾക്കുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരിക്കും. പ്രാർത്ഥനയോടെ, ശ്രദ്ധയോടെ അവസാനം വരെ നമുക്ക് കേൾക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാം ചെന്നിത്തലയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളും. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസനെ പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ദാസനെ അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? കർത്താവിന്റെ ദാസൻ ഇപ്പോൾ എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? കുടുംബാംഗങ്ങളെ ഒരു വാക്കിൽ പരിചയപ്പെടുത്താം. എൻ്റെ പേര് പാസ്റ്റർ സാം ചെന്നിത്തല. ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് തിരുവല്ലായിൽ ആഞ്ഞിലിത്താനം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. എനിക്ക് വൈഫിന്റെ പേര് റീന സാമുവൽ. എൻ്റെ മക്കൾ 3 പേരാണ്. 3 പേരും പഠിക്കുന്നു. മൂത്ത മകന്റെ പേര് ഫെയ്ത്ത് സാമുവൽ, മകളുടെ പേര് പ്രൈസി ഏഞ്ചല സാമുവൽ, ഇളയ മകൾ ഡിറ്റ്സ ഒസാന സാമുവൽ. കുഞ്ഞുങ്ങൾ 3 പേരും പഠിക്കുന്നു. മൂത്ത മകൻ ക്രിമിനോളജി കാരുണ്യ കോയമ്പത്തൂർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ മോള് 12th ബിലീവേഴ്സ് ചർച്ചിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ മകള് 6th 6ാം ക്ലാസ്സില് ബിലീവേഴ്സ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ, ആമേൻ. കർത്താവിന്റെ ദാസനെ പരിചയപ്പെടുത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം കർത്താവിന്റെ ദാസന് തുടർന്ന് സംസാരിക്കാം. ബാല്യകാലം മുതൽ ഇങ്ങോട്ടുള്ളതായ നല്ല അനുഭവങ്ങൾ, നല്ല ഓർമ്മക്കുറിപ്പുകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കാം. എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ലോകം മുഴുവൻ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഈ അരോമ ടിവിയിൽ കൂടെ എനിക്ക് ഇങ്ങനൊരു സാവകാശം ഒരുക്കി തന്ന പ്രിയ ദൈവദാസനും കുടുംബത്തിനും നന്ദി അറിയിക്കുന്നു. കർത്താവിന്റെ ദാസനെ കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസനെ കൂടെ ചെയ്യിക്കുന്ന ശുശ്രൂഷകൾ ലോകമെങ്ങും അനേകർക്ക് ആശ്വാസവും അനേകർക്ക് വിടുതലും സന്തോഷവുമായി തീർന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ ദാസനെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ അത് തന്നെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. പ്രത്യേകിച്ച് എൻ്റെ അനുഭവ സാക്ഷ്യം വളരെ നീണ്ടൊരു അനുഭവ സാക്ഷ്യമാണ്. എന്നാൽ എത്രത്തോളം കട്ട് ഷോട്ട് ചെയ്യാമോ അത്രത്തോളം കട്ട് ഷോട്ട് ചെയ്ത് പ്രേക്ഷകർക്ക് അനുഗ്രഹമായി തീരുവാൻ, വിശ്വാസം വർദ്ധിക്കുവാൻ, ദൈവത്തിന്റെ വലിയ പ്രവൃത്തി എന്തെന്ന് തിരിച്ചറിയുവാൻ ഈ കാലഘട്ടത്തിൽ ഇന്നും കർത്താവ് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. നമ്മൾ സേവിക്കുന്ന ദൈവം ഏതെങ്കിലും ഫോട്ടോയ്ക്കകത്തിരിക്കുന്നതോ ഏതെങ്കിലും ശവകുടീരത്തിൽ ഇരിക്കുന്ന വ്യക്തിയല്ല നമ്മൾ ആരാധിക്കുന്നത്. ജീവനുള്ള ദൈവത്തെയാണ്. ജീവനുള്ള ദൈവത്തിന്റെ ശക്തി ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മൾ ഓരോരുത്തരും രുചിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങനെ രുചിച്ചറിയാൻ ഒരു മഹാഭാഗ്യം ഞങ്ങൾക്ക് ഓരോ ദിവസവും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓടിച്ച് പെട്ടെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ജനിച്ചു വളർന്നത് ദൈവദാസന്മാരുടെ ഭവനത്തിലാണ്. ഇവിടെ പറഞ്ഞല്ലോ, പാസ്റ്റർ മുട്ടം ഗീവർഗീസ് എൻ്റെ വല്യപ്പച്ചനാണ്. അപ്പച്ചന്റെ മൂത്ത കൊച്ചുമാനാണ് ഞാൻ. എൻ്റെ പിതാവ് പാസ്റ്ററാണ്. അദ്ദേഹം IPCയിലെ
ഏകദേശം 56 വർഷം ശുശ്രൂഷയിലായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ താൻ ശുശ്രൂഷ നിന്ന് വിരമിച്ച് ഇപ്പോൾ ഭവനത്തിൽ വിശ്രമിക്കുന്നു. അപ്പോൾ എൻ്റെ കുടുംബം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വൈഫിന്റെ വീട് അവര് ഭോപ്പാലിലാണ്. അവർ നോർത്ത് ഇന്ത്യ സെറ്റിലാണ്. അവര് പപ്പ എൻ്റെ ഫാദറിലോ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. അദ്ദേഹം യൂണിഫോം ഇട്ട് പ്രസംഗിക്കുന്ന ആളായിരുന്നു. നോർത്ത് ഇന്ത്യയിലൊക്കെ പോലീസ് മാത്യു സാർ എന്ന് പറയുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഇളയ മകളാണ് എൻ്റെ വൈഫ് റീന സാമുവൽ. അപ്പോൾ ഞങ്ങൾ കുടുംബമായി കർത്താവിന്റെ വേലയ്ക്ക് പൂർണ്ണമായി ഇറങ്ങിയിട്ട് കേവലം 7 വർഷമേ ആയിട്ടുള്ളൂ. അതിന് മുമ്പ് വരെ ഞങ്ങളുടെ ബിസിനസ്സുകാരായിരുന്നു. എന്നാൽ അത് ഞങ്ങളുടെ ടെസ്റ്റിമണി പറയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. ദൈവമക്കളെ, നമ്മളെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതി. നമ്മൾ ചിന്തിക്കുന്നത് എന്നെക്കുറിച്ച് ഒരു കാര്യവുമില്ല, ദൈവത്തിനൊന്നും ചിന്തയില്ല എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അങ്ങനല്ല സുഹൃത്തുക്കളെ. ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. ദൈവത്തിന് വലിയ സ്വപ്നമുണ്ട് നമ്മളെക്കുറിച്ച്. ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കണം. പക്ഷെ നമ്മൾ പലപ്പോഴും അത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയ വലിയ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കാനുണ്ട്. പക്ഷെ നമ്മൾ അതിനു വേണ്ടി റെഡി ആകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിഷയം. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അങ്ങനെ അനുഭവിച്ച ആൾക്കാരാണ്. എന്ന് വെച്ചാൽ കർത്താവിന്റെ പദ്ധതി എന്ന് തെന്നി മാറിപ്പോയിട്ട് ദൈവത്തിന്റെ പിടി ഞങ്ങളുടെ മേൽ വീണ് വളരെ വില കൊടുക്കേണ്ടി വന്ന ഒരു ജീവിതമാണ് ഞങ്ങളുടെ ജീവിതം. ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് കർത്താവിന്റെ വേലയിൽ ഞങ്ങൾ എല്ലാവരും കുടുംബമായി ആയിരിക്കുന്നു. ഇതിലേക്ക് വന്ന അവസ്ഥ വളരെ ചുരുക്കമായി കൂടെ പറയട്ടെ. ദൈവദാസന്മാരുടെ ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. ഈ ഫെയ്ത്ത് ഹോമിലുള്ള വാസം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന എനിക്ക് അറിയത്തില്ല. ദൈവദാസന്മാരുടെ മക്കൾക്ക് തിരിച്ചറിയാം. ഫെയ്ത്ത് ഹോം വാസം വളരെ ദുഷ്കരമാണ്. ഇന്നത്തെ കാലത്തല്ല, പഴയ കാലം വളരെ ദുഷ്കരമാണ്. ഫെയ്ത്ത് ഹോമിൽ ജീവിച്ച ഒരു ദൈവദാസന്റെ മകനോ മകളോ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അങ്ങനെ ജീവിതത്തിൽ കഠിനപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, ദൈവദാസന്മാരുടെ അന്നത്തെ കാലത്തെ ജീവിതം വളരെ കഷ്ടത നിറഞ്ഞതായിരുന്നു. പട്ടിണിയും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു. ഞങ്ങളുടെയൊക്കെ പിതാക്കന്മാരൊക്കെ അവർക്കുണ്ടായിരുന്ന സ്വത്തുക്കൾ മുഴുവൻ കർത്താവിന് വേണ്ടി കൊടുത്ത് ഒന്നുമില്ലാത്തവരായി മാറി അവര് വാടകയ്ക്ക് വീടെടുത്ത് താമസിച്ച് കർത്താവിന്റെ വേല തുടങ്ങിയവരാണ്. എങ്ങനെ അവർ കൊടുക്കാൻ കാര്യം മറ്റൊന്നുമല്ല, അവര് ദൈവമായിട്ടൊരു കമ്മിറ്റ്മെന്റ് അതായിരുന്നു, പ്രതിഷ്ഠ അതായിരുന്നു. ഒരു വ്യക്തി വന്ന് പ്രാർത്ഥിക്കാൻ ഒരാവശ്യം പറഞ്ഞാൽ, മോളെ കെട്ടിക്കാൻ പൈസയില്ല, വീട് മേയാൻ പൈസയില്ല പാസ്റ്റർ എന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു വിടുന്നവരല്ലായിരുന്നു. അവരുടെ ജീവിതത്തിൽ അവർക്കുള്ളത് അവർക്ക് കൊടുത്ത് അവരെ സഹായിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? പ്രതിസ്വത്തുക്കളൊന്നും ഞങ്ങൾക്ക് ലഭിച്ചില്ല. ജീവിതത്തിൽ പല കാര്യങ്ങളും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു. പക്ഷെ ദൈവം ഞങ്ങൾക്ക് വലിയൊരു പ്രതിഫലം സ്വർഗത്തിൽ കരുതിയിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. പക്ഷെ ചെറുപ്രായത്തിൽ ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ചെറുപ്രായത്തിലൊക്കെ ഇതൊക്കെ ചോദ്യമായി കിടന്നു. എന്തുകൊണ്ട് ഞങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെ ചെയ്തു എന്നുള്ള ചോദ്യം, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു? ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ജൂൺ മാസം 1-ാം തീയതി നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് സ്കൂള് തുറക്കുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ നല്ല യൂണിഫോം ഇട്ട് നല്ല ബുക്സ് പിടിച്ചു പോകുമ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് അതിന് കഴിയുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയാണ് മനസ്സ് ഭയങ്കരമായിട്ടുള്ള കഠിനപ്പെടുകയും ചോദ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ മറ്റുള്ളവരിങ്ങനല്ലല്ലോ എന്നുള്ള ചിന്ത മനസ്സിലേക്ക് കയറി തുടങ്ങി. അങ്ങനെ ദൈവത്തിൽ നിന്ന് പതുക്കെ ഇങ്ങനെ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷവും അതിനുശേഷം ജോലിയോടനുബന്ധിച്ച് പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ അകന്ന് പോകാൻ തുടങ്ങി. പ്രാർത്ഥന കുറഞ്ഞു, ദൈവവചന യാചനം കുറഞ്ഞു, ദൈവത്തിന്റെ വചനം ധ്യാനിക്കുന്നത് കുറഞ്ഞു, സഭായോഗത്തിന് പോകുന്നത് കുറഞ്ഞു. അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ പുറകോട്ട് പോകാൻ തുടങ്ങി. ഞാൻ എൻ്റെ ജീവിതത്തില് 92-ലാണ് ഞാൻ ദേശം വിട്ടു പോകുന്നത്. 92-ൽ ബോംബെയിലേക്ക് കടന്നു പോകുന്നു. അതിനുശേഷം 95-ല് ഞാൻ ജോലി ചെയ്ത കമ്പനി തന്നെയാണ് എന്നെ അബുദാബിക്ക് അവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അബുദാബി എന്ന പട്ടണത്തിൽ ആ സമയത്ത് എത്തുകയാണ്. അതിനുശേഷം 2000 ദുബൈയിലേക്ക് മാറുന്നു. ദുബൈയിൽ വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. വിവാഹം നടന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ആ ദേശത്തേക്ക് കടന്നുപോയി. അങ്ങനെ ഏകദേശം 21 വർഷം ആ ദുബൈ എന്ന പട്ടണത്തിലായിരുന്നു. വിവാഹത്തിന് ശേഷം ഞങ്ങൾ കുടുംബമായി 17 വർഷം ആ ദേശത്തെ കർത്താവ് ഞങ്ങളെ ആക്കി. അങ്ങനെ ആ ദേശത്ത് ആദ്യ ജോലിയോടനുബന്ധിച്ചായിരുന്നെങ്കിലും പക്ഷെ ആ ജോലിയോടുള്ള മുന്നോട്ടുള്ള പോക്ക് ഞങ്ങൾക്ക് പല കാര്യങ്ങളും അങ്ങോട്ട് ശരിയാകാഞ്ഞുകൊണ്ട് ഞങ്ങൾ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിച്ചു. അങ്ങനെയാണ് ആ ദേശത്ത് ഞങ്ങൾ ഒരു ബിസിനസ് ആരംഭിച്ചു. വിവാഹത്തിന് ശേഷമാണ് ആ ബിസിനസ് ഇവിടെ ആരംഭിച്ചത്. ആ ബിസിനസ് ഒരു ഷിപ്പിംഗ് ഫ്രൈറ്റ് ഫോർവേഡിംഗ് കാർഗോ കമ്പനിയായിരുന്നു അവിടെ തുടങ്ങിയത്, ദുബായ് എന്ന പട്ടണത്തിൽ. അങ്ങനെ ആ ബിസിനസ് മുന്നോട്ട് പോകുന്ന സമയം ദൈവമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ദൈവമായിട്ട് ബന്ധമില്ല. പിതാക്കന്മാരുടെ കെയർ ഓഫിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പാസ്റ്റർ മകൻ, അല്ലെങ്കിൽ മുട്ടൻ കീവർച്ചായന്റെ മകൻ എന്നുള്ള ആ ഒരു ചിന്തയിൽ ഇങ്ങനെ കൊച്ചുമകൻ എന്നുള്ള ചിന്തയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പച്ചനെ കുറിച്ച് ഒരു വാക്ക് ഞാൻ പറഞ്ഞോട്ടെ ഇതിനിടയ്ക്ക്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ചിലപ്പോൾ അപ്പച്ചനെ പരിചയമില്ലായിരിക്കും. എന്നാൽ ഒരു വാക്ക് ഞാൻ നിങ്ങളെ അപ്പച്ചനെ ഒന്ന് പരിചയപ്പെടുത്തിട്ട്. അപ്പച്ചൻ 140 പരം നമ്മുടെ പഴയ ഗാനങ്ങൾ എഴുതിയിട്ടുള്ള ദൈവദാസനാണ്. ലോകം മുഴുവൻ കർത്താവിന്റെ കൃപയാൽ ആഫ്രിക്ക ഒഴിച്ച് ലോകരാജ്യങ്ങൾ മുഴുവൻ സഞ്ചരിക്കുവാൻ വാത്സല്യ വല്യപ്പച്ചനെ ഇടയാക്കി. ലോകത്തിലെ പല പാസ്റ്റേഴ്സിനും ചെന്നെത്താൻ പറ്റാത്ത സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ വസതിയായ വൈറ്റ് ഹൗസിൽ പോലും കടന്നുപോയി ഏകദേശം 20 മിനിറ്റ് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ബിൽ ക്ലിന്റനോടും കുടുംബത്തോടും ചേർന്ന്, അതിനു മുൻപ് റേഗനോടും കുടുംബത്തോടും ചേർന്ന് അപ്പച്ചനെ അല്പസമയം വചനം സംസാരിക്കുവാനും അവരുടെ ആ ഒരു വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുവാനൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ ലോകരാജ്യങ്ങൾ മുഴുവൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോയി. 10,000 ആൾക്കാരെ കർത്താവിന് വേണ്ടി നേടുവാൻ, 6,000 ചില്ലുവാൻ 7,000 ചില്ലുവാൻ ആൾക്കാരെ സ്നാനപ്പെടുത്തുവാനൊക്കെ വല്യപ്പച്ചൻ ഇടയാക്കി. അപ്പച്ചൻ അനുഭവിച്ച കഷ്ടതകളെ കുറിച്ചൊക്കെ അപ്പച്ചൻ ടെസ്റ്റിമോണി പറയുന്നുണ്ട്. ഇഷ്ടംപോലെ പ്രാവശ്യം അടികൊണ്ടു, അനേക പ്രാവശ്യം അടികൊണ്ടു. അതേപോലെ തന്നെ മനുഷ്യന്റെ മലം അപ്പച്ചനെ തീറ്റിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ വെച്ച്. അങ്ങനെ ഒത്തിരി പ്രതിസന്ധികൾ അപ്പച്ചന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയായി. അതെല്ലാം വിശ്വാസത്തിന്റെ തീവ്രത, വിശ്വാസത്തിൽ ഒന്നുകൂടെ ഉറയ്ക്കുവാൻ, അനേക ആത്മാക്കളെ നേടുവാൻ വാത്സല്യ വല്യപ്പച്ചന്റെ കർത്താവ് ഇടയാക്കി. അതൊക്കെ അവരുടെയൊക്കെ പ്രാർത്ഥനയും അവരുടെയൊക്കെ ആ ഒരു വലിയ ദൈവസന്നിധിയിലുള്ള ആ വിശ്വസ്തതയാണ് ഞങ്ങളെയൊക്കെ കർത്താവ് തേടിയെത്തിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഒന്നും കഴിവോ പുണ്യപ്രവൃത്തികളോ ഒന്നുമല്ല, ദൈവത്തിന്റെ കൃപ അല്ലാതെ വേറൊന്നും പറയാനില്ല. അങ്ങനെ ബിസിനസ്സിലേക്ക് ഞങ്ങൾ ഇറങ്ങിത്തിരിച്ചു. ബിസിനസ്സിനകത്ത് ഇറങ്ങിയപ്പോഴുള്ള ചിന്ത മുഴുവൻ ഈ നഷ്ടപ്പെട്ട പൈസ മുഴുവൻ തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിതാക്കന്മാർ നഷ്ടപ്പെടുത്തിയത്, പിതാക്കന്മാർ കൊടുത്തതൊക്കെ എങ്ങനെങ്കിലുമൊക്കെ തിരിച്ചു പിടിക്കണം. പൈസ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പ്രയോജനമുള്ളൂ ജീവിതത്തിൽ എന്നുള്ള ചിന്ത ജീവിതത്തിൽ ഭരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഒരു ബിസിനസ് മേഖലയിലേക്ക് ഞങ്ങൾ ഇറങ്ങി തിരിച്ചു. അങ്ങനെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയം ദൈവമായിട്ട് ഞാൻ പറഞ്ഞില്ല, വ്യക്തിപരമായ ഒരു ബന്ധമില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ദൈവാത്മാവ് പറയട്ടെ, വ്യക്തിപരമായ ഒരു ബന്ധം ഉണ്ടാക്കണം. നമ്മൾ പലപ്പോഴും പിതാക്കന്മാരുടെ കെയർ ഓഫിലൂടുന്നവരാ. പിതാക്കന്മാരുടെ കെയർ ഓഫിലൂടെ ആ കാര്യം നടക്കത്തില്ല. നമുക്ക് ദൈവവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധം ഉണ്ടാകണം. നമ്മൾ പ്രാർത്ഥനാ ജീവിതം ശക്തമാകണം, വിശുദ്ധ ജീവിതം ശക്തമാകണം. ദൈവവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളോട് എന്തെങ്കിലും സംസാരിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ വ്യക്തിപരമായ ഒരു ബന്ധമില്ലാതെ തന്നെയാണ് മുന്നോട്ട് പോയത്. പണമായിരുന്നു ലക്ഷ്യം, പണം സമ്പാദിക്കുക, നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചു പിടിക്കുക, അതായിരുന്നു ലക്ഷ്യം. അങ്ങനെ ആ ദേശത്ത് ആ കമ്പനി വളർന്നു, ശക്തമായ കമ്പനി വളർന്നു മുന്നോട്ട് പോകുന്നു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയം ദൈവത്തിന്റെ ദാസന്മാർ അനവധി വട്ടം എന്നോട് നേരിട്ടും അല്ലാതെ എത്രയോ പ്രാവശ്യം പറഞ്ഞു, മകനെ മാനസാന്തരപ്പെടണം, എന്റെ പാദപീഠത്തിലേക്ക് മടങ്ങി വരിക എന്നൊക്കെ അനേക പ്രവാചകന്മാർ ദൂത് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കൂടുന്ന സഭയിലൊക്കെ അനേക ദൈവദാസന്മാർ എന്നെ വിരൽ ചൂണ്ടിയും ഒക്കെ പറഞ്ഞു മാനസാന്തരപ്പെടണം. പക്ഷേ ജനം അംഗീകരിക്കത്തില്ല, ദൈവദാസൻ അംഗീകരിക്കത്തില്ല. കാര്യം എന്നറിയാമോ? എനിക്ക് വേറൊരു മുഖമുണ്ടായിരുന്നു, എന്റെ മുഖം വേറൊരു മുഖമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊക്കെ പലരും ഇങ്ങനെ മുന്നോട്ട് പോകാറുണ്ട്. പേരും പെരുമയുണ്ട്, പദവിയുണ്ട്, ആരും അറിയത്തില്ല. പക്ഷേ അകത്ത് ഒരു ചെറിയ മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ ഒരു കള്ളനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗൂഢ മനുഷ്യനുണ്ട്. അത് ദൈവാത്മാവിന് തിരിച്ചറിയാം. പക്ഷെ ആ ദൈവദാസന്മാർ പറഞ്ഞതൊക്കെ കറക്റ്റ് കാര്യമാണ്. അവർ ആത്മാവിൽ വിവേചിച്ചത് കറക്റ്റ് കാര്യമാണ്. ഞാൻ തെറ്റാണെന്നും ഞാൻ ശരിയല്ലെന്നും എനിക്കറിയാം. പക്ഷെ എന്റെ പുറമേ കാണുന്ന ദൈവദാസന്മാർക്കോ വിശ്വാസികൾക്കോ അറിയത്തില്ല. അവര് പറയും ഈ പ്രവാചകൻ ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവദാസന്റെ മകനാണ്, മുട്ടൻ കീവർഗീസ് അപ്പച്ചന്റെ കൊച്ചുമോനാണ് ഈ പുള്ളിക്കാരൻ ദൂത് പറഞ്ഞത്, മാനസാന്തരപ്പെടുക. അപ്പോൾ ഈ ദൂത് പറഞ്ഞ ദൈവദാസൻ ഓഷ്കിന്റെ ആത്മാവ് പറഞ്ഞെന്നുള്ള ചിന്തയിലേക്ക് സഭയും ദൈവദാസന്മാരും മാറും. ആ ഒരു അവസ്ഥയിലേക്ക് വരും. അങ്ങനെ ദൈവത്തെ കളിപ്പിച്ച് മനുഷ്യരെ കളിപ്പിച്ച് മുന്നോട്ട് പോകുന്ന സമയം ദൈവമക്കളെ, ദൈവം അതേന്നാളിങ്ങനെ മുന്നോട്ട് വിടത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവദാസന്മാരിൽ കൂടെ നമ്മളോട് ഇടപെടും, ദൈവവചനത്തിൽ കൂടെ സംസാരിക്കും. പക്ഷെ ഇതൊന്നും കേട്ടില്ലെങ്കിൽ ദൈവത്തിന്റെ പിടിമുറുകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ പിടിമുറുകിയാൽ ആർക്കും രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവത്തെ കളിപ്പിച്ച് ഏറ്റവും പുറകിൽ, ചർച്ചിന്റെ പുറകിൽ ഇരുന്ന് മുന്നോട്ട് പോകുന്ന എന്നെ ദൈവത്തിന്റെ പിടി ഒരു ദിവസം വീണു.
2008 ഞാനും എൻ്റെ വൈഫും എൻ്റെ കുഞ്ഞുങ്ങളുമായി അവിടെ കാർ പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ കുറച്ചേറെ ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പതുക്കെ അങ്ങോട്ട് ചെന്ന് ചർച്ചിലേക്ക് വന്ന് കയറി. ഒന്നാമത്തെ പാട്ട് ഏകദേശം കഴിഞ്ഞ് ഇങ്ങനെ ചർച്ചിലേക്ക് വന്ന് കയറി. എന്നും അങ്ങനെ കയറി ചെല്ലത്തുള്ളൂ, പതുക്കെ കയറി ചെല്ലത്തുള്ളൂ. അങ്ങനെ ധൃതിയൊന്നും വെക്കത്തില്ല. എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അവിടെ പോയി കിടന്ന് കൈ കൊട്ടാനും ബഹളം ഉണ്ടാക്കാനൊന്നും വയ്യ. ഇതൊക്കെ വെറുതെയാന്നും ഇതൊന്നും ശരിയല്ലെന്നുള്ള ചിന്ത മനസ്സിൽ വ്യാപരിക്കുക. ഇതൊക്കെ എന്തുവാ, ഇതൊക്കെ അന്യഭാഷയൊക്കെ എന്തുവാ ഈ പറയുന്നത്? ഇങ്ങനെയൊക്കെ കൈകൊട്ടേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ ശരിയാണോ എന്നുള്ള മനുഷ്യന് മനസ്സിൽ ഇങ്ങനെ തികട്ടി വരുന്നത് കൊണ്ട് ഈ കൈകൊട്ടാനൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാ പെതുക്കെ പോയി ലേറ്റായിട്ട് പോയി കയറുന്നത്. അങ്ങനെ ഒരു ദിവസം വെള്ളിയാഴ്ചയാണ് അവിടെ ആരാധന നടക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഞാൻ ഗൾഫിലൊക്കെ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച വൈകിട്ടത്തെ ആരാധനയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് പോയി കയറിയപ്പോൾ ദൈവമക്കളെ, എൻ്റെ വൈഫും കുഞ്ഞുങ്ങളുമായി ആദ്യം മുന്നേ നടന്നു കയറിപ്പോയി. ഞാൻ പുറകെ ആ ഡോറിൽ നിന്ന് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ പെട്ടെന്ന് എൻ്റെ ശരീരം സ്റ്റക്കായി പോയി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. എനിക്ക് എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു 2 മീറ്റർ അപ്പുറത്തിരിക്കുന്ന ഒരു സഹോദരനെ വിളിക്കാൻ കഴിയുന്നില്ല. എൻ്റെ ഭാര്യ ഏകദേശം 3 മീറ്റർ അപ്പുറത്ത് പോയി ഇരുന്നു, അവളെ ഒന്ന് വിളിക്കാൻ കഴിയുന്നില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരം പെട്ടെന്ന് സ്റ്റക്കായി പോയി. എന്തുവാ സംഭവിക്കുന്നത് എനിക്കൊന്നും അറിയുന്നില്ല. ആ മെയിൻ ഡോർ കയറി ഉടൻ തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ചിന്തിച്ചു, ഞാൻ ഇനി മരിക്കാൻ പോവുകയാണോ, ഞാൻ ഇനി സ്ട്രോക്ക് വന്നെന്തോ മരിക്കാൻ എന്തുവാ സംഭവിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്നെ പുറകിൽ നിന്ന് ആരാണ്ട് ഒറ്റ തള്ളു തള്ളി. 70 അടി നീളമുള്ള ഹോളിന്റെ ഏറ്റവും ഫ്രണ്ടിലെ ലൈനിൽ പോയി ഞാൻ മുട്ടുമടക്കിയിരുന്നു. ദൈവമക്കളെ, ഒരു മനുഷ്യൻ തള്ളിയാൽ ഒരു മനുഷ്യൻ എത്രത്തോളം ദൂരം പോകും? അങ്ങേയറ്റം 3 മീറ്റർ പോകും, അതിൽ പോകത്തില്ല. പക്ഷെ 70 അടി നീളമുള്ള ഒരു ഹോളിന്റെ ഫ്രണ്ട് ലൈനിൽ പോയി മുട്ടുമടക്കിയിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ മുട്ടുമടക്കിയിരിക്കുന്നത്. ദൈവമക്കളെ, ആ ഫ്രണ്ട് ലൈനിൽ പോയി ഞാൻ മുട്ടുമടക്കി. ഞാൻ എന്നിട്ട് തിരിഞ്ഞു നോക്കി, എന്നെ ആരാ തള്ളിയെന്ന്. അവിടെ ആരുമില്ല, എന്നെ തള്ളാൻ ആരുമില്ല. എനിക്ക് എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഏറ്റവും ഫ്രണ്ടിലെ ലൈനിൽ പോയി ഞാൻ ഇരിക്കുന്നത്. ഞാൻ ചിന്തിച്ചു, എന്നാ എഴുന്നേറ്റ് പുറകോട്ട് പോയി ഇരുന്നേക്കാം എന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് എഴുന്നേക്കാൻ കഴിയുന്നില്ല. എൻ്റെ ശരീരം ജാമായി പോയി, എൻ്റെ ശരീരം ചലിക്കുന്നില്ല, എൻ്റെ മുട്ട് നൂരുന്നില്ല. വല്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ പോയി. ദൈവമക്കളെ, എനിക്ക് മനസ്സിലായി ഞാൻ മരിക്കാൻ പോവുകയാണ്, ഞാൻ ഇനി ജീവിതം മുന്നോട്ട് പോകത്തില്ല. എനിക്ക് മനസ്സിലായി. അപ്പോൾ അവിടെ ഇരുന്നൊരു പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചു. സാധാരണ ദൈവത്തെ കളിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന. സാധാരണ ഞങ്ങളൊക്കെ ഈ ഗൾഫിലേക്ക് യാത്ര തിരിക്കുമ്പോൾ, നിങ്ങളൊക്കെ ഗൾഫിൽ പോകുമ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റു ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ അറിയാമല്ലോ, ആദ്യം അങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ വളരെ സന്തോഷത്തോടെ ഫ്ലൈറ്റിനകത്ത് കയറി സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് എല്ലാം റെഡിയായി ഇരിക്കുമ്പോൾ അവർ ആവശ്യമില്ലാതെ പേടിപ്പിക്കുന്ന ഒരു കാര്യം പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എയർ ഇന്ത്യയിലും എയർ അറേബ്യയിലും എമിറേറ്റ്സിലും എല്ലാം പറയും, അവർ അറബിയിലായിരിക്കും പറയുന്നത്, ചിലപ്പോൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ട് എന്ന് പറയും. ഇൻ കേസ് ഈ ഫ്ലൈറ്റ് വെള്ളത്തിൽ പോയാൽ, ഇൻ കേസ് ഫ്ലൈറ്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അത്രത്തോളം ധൈര്യത്തോടിരുന്ന മനുഷ്യനെ പേടിപ്പിക്കുന്ന ചില കാര്യങ്ങള് ഇവര് ഈ ഹെയർ ഹോസ്റ്റസ്മാർ ഒന്നി പറയും അല്ല കാണിക്കും. അപ്പൊ ഉള്ള വീര്യോടെ നമ്മുടെ പോകും. എന്താ പറഞ്ഞാൽ ഈ ഫ്ലൈറ്റ് താഴെ പോകാൻ പോവാണോ നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോൾ നമ്മളൊരു പ്രാർത്ഥന അവിടെ പ്രാർത്ഥിക്കും. അവർ അവരുടെ ഭാഷയെ പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളൊരു കർത്താവേ, ഈ ഫ്ലൈറ്റ് അങ്ങാണം താഴെ പോവുകയാണെങ്കിൽ കർത്താവെ രക്ഷിക്കണമേ, സ്വർഗത്തിൽ കൊണ്ടുപോകണം എന്നൊരു പ്രാർത്ഥനയുണ്ട്. അതൊരു കള്ളപ്രാർത്ഥനയാണ് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലൊരു പ്രാർത്ഥന ഞാനും ആ ഹോളിൽ ഇരുന്നപ്പം പ്രാർത്ഥിച്ചു. കർത്താവെ, ഞാൻ ചാവാൻ പോവാണെന്ന് തോന്നുന്നു, കർത്താവ് എന്നോട് ക്ഷമിക്കണേ അപ്പ, എന്റെ പാപങ്ങൾ ക്ഷമിക്കണമെന്ന് ഇങ്ങനെ ദൈവത്തോട് ചെറിയ ഒരു പ്രാർത്ഥന അവിടെ പ്രാർത്ഥിച്ചു. ഒന്നും സംഭവിച്ചില്ല. ഞാൻ അതേപടി അവിടെ ഇരിക്കുക. ദൈവമക്കളെ, അല്പസമയം അവിടെ പാട്ടുപാടി ജനം ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കിതൊന്നും അറിയത്തില്ല. ഞാനൊരു വല്ലാത്ത സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജനം ആരാധിക്കുന്നു. പക്ഷേ എന്റെ ചെവിക്കകത്ത് എന്തോ ഒന്ന് മൂളാൻ തുടങ്ങി. ഒരു ജംബോ ജെറ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫൈറ്റർ വിമാനം ഒരു മനുഷ്യന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് എങ്ങനെ ഇരിക്കും, അതേപോലെ എന്റെ ചെവി മൂളാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് ഇരമ്പൽ കേൾക്കാൻ തുടങ്ങി. എനിക്ക് ഈ ഇരമ്പലം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ആ ഇരമ്പലിന്റെ അടുക്കലേക്ക് അടുത്തു വരാൻ തുടങ്ങി. ഞാൻ കുറെ നേരം ചെവി പൊത്തിയിരുന്ന് നോക്കി. കുറച്ചു നേരം എന്റെ ഹലല് ചെവി പൊത്തി പിടിച്ചു നോക്കി. ഒരു രക്ഷയില്ല, കുറയുന്നില്ല. അതിനുശേഷം ഈ ഇരമ്പൽ അടുത്തടുത്ത് വരികയാണ്. എന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. എന്റെ ശരീരം മുഴുവൻ വേർത്ത് കുളിക്കാൻ തുടങ്ങി. ശരീരം ചൂടാകാൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി എനിക്ക് എന്തോ സംഭവിക്കുകയാണ്. അയ്യോ അയ്യോ, എനിക്ക് സഹിക്കാൻ വയ്യേ എന്ന് ഞാൻ നിലവിളിച്ച് കരയാൻ തുടങ്ങി. നിലവിളിച്ച് കരയാണ്. അടുത്ത നിമിഷം പെട്ടെന്ന് അത് സ്റ്റോപ്പായി. ഭയങ്കര ഒരു ആശ്വാസം. ഞാൻ ശ്വാസമൊക്കെ ഉറക്കെ വലിക്കാൻ തുടങ്ങി. എന്റെ ശരീരം വേർത്ത് കുളിക്കുകയാണ്. ശരീരം ചൂടായിരിക്കുകയാണ്. എനിക്ക് എന്താ സംഭവിക്കുന്നൊന്നും അറിയത്തില്ല. എന്തോ ഭയങ്കര ഇരമ്പൽ ഞാൻ കേട്ടു.
ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു എന്തോ സ്പീക്കർ വല്ലതും മൂളുകയാണ്. അതൊന്നും അല്ലായിരുന്നു, എന്തോ ഭയങ്കര ഇരമ്പൽ. ദൈവമക്കളെ, അടുത്ത നിമിഷം എന്റെ തമ്പുരാന്റെ ശബ്ദം ഞാൻ കേട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. അനവധി മാട്ടം എന്റെ ദാസന്മാർ നിന്നോട് ആലോചന പറഞ്ഞിട്ട് നീ പുറംകാല് കൊണ്ട് തട്ടിക്കളഞ്ഞു. നീ എന്റെ പാദപീഠത്തിൽ നിന്നെ സമർപ്പിക്കുന്നെങ്കിൽ ഞാൻ നിന്നെ മൂർച്ചയുള്ള ഒരു ആയുധമാക്കി ഉപയോഗിക്കുമെന്നുള്ള ആ ദൈവത്തിന്റെ ശബ്ദം എന്റെ ചെവിയിൽ മുഴങ്ങിക്കേൾക്കുകയാണ്. സ്തോത്രം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ കേൾക്കുന്ന പോലെ ഞാൻ തോന്നുവാണ് എന്റെ ചെവി കേൾക്കുമ്പോൾ ശബ്ദം. ദൈവമക്കളെ, അടുത്ത നിമിഷം എന്റെ ഉള്ള ശരീരത്തിന്റെ പ്രജ്ഞയുടെ നഷ്ടപ്പെട്ടു. എന്റെ ശരീരം, ചൂടായിരുന്ന ശരീരം, വേർത്ത് കുളിച്ചിരുന്ന ശരീരം പെട്ടെന്ന് ഐസ് കട്ട പോലായിപ്പോയി. ഐസ് പോലായിപ്പോയി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുക എന്ന് പറയുന്നത് അത്ര ഈസിയായ കാര്യമല്ല. അത് എന്നോട് സംസാരിക്കാൻ വേണ്ടിയാണ് ആ ഇരമ്പൽ കർത്താവ് കൊണ്ടുവന്ന് എന്റെ ടെമ്പറേച്ചർ ഹൈ ആക്കാൻ, എന്റെ ബ്ലഡ് പ്രഷർ ഹൈ ആക്കാൻ, എന്റെ ശരീരത്തിന്റെ ഫുൾ സിസ്റ്റം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാ ദൈവം ഇരമ്പല് കൊണ്ടുവന്നിട്ടാ എന്നോട് സംസാരിച്ചത്. അപ്പോസ്തലനായ പൗലോസ് ആ കർത്താവിന്റെ ശബ്ദം കേട്ടപ്പോൾ തെറിച്ചു വീണതുപോലെ ആ ദൈവത്തിന്റെ ശബ്ദം എന്നെ മരിച്ചവനെ പോലാക്കി കളഞ്ഞു. കുറെ സമയം കഴിഞ്ഞാണ് ഞാൻ യഥാർത്ഥമായ ഒരു സെൻസിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. എന്റെ കൈകാലുകൾ ചലിക്കുന്നില്ല, എന്റെ നാവ് മാത്രം ചലിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയാണ് എന്ന് നിലവിളിച്ച് കരയാൻ തുടങ്ങി. ആദ്യത്തെ പ്രാർത്ഥന പോലല്ല ഈ പ്രാർത്ഥന. ആദ്യത്തെ പ്രാർത്ഥന കള്ളപ്രാർത്ഥനയായിരുന്നു. പക്ഷേ എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം എന്നിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയാണ് എന്ന് നിലവിളിച്ച് കരയാൻ തുടങ്ങി. ഞാൻ നിലവിളിച്ച് കരഞ്ഞപ്പോൾ അടുത്ത നിമിഷം എന്നിലേക്ക് ഒരു തീ പോലും സാന്നിധ്യം ഇറങ്ങി വന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ കളിയാക്കിക്കൊണ്ടിരുന്ന പരിശുദ്ധാത്മാവിന്റെ അത്യന്തമായ ശക്തി, ഓ ഹല്ലേലൂയ, എന്നിലേക്ക് ഇറങ്ങി വന്നു. ആത്മാവിന്റെ ശക്തിയാൽ ഞാൻ നൃത്തം ചെയ്ത് ആരാധിക്കാൻ തുടങ്ങി. അന്യഭാഷ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അതുവരെ അന്യഭാഷയെ കളിയാക്കിക്കൊണ്ടിരുന്ന, അഭിഷേകത്തെ കളിയാക്കിക്കൊണ്ടിരുന്ന ഞാൻ ആത്മനിറവിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അത്യന്തമായ ശക്തി എന്റെ മേൽ ഇറങ്ങി വന്നു. ദൈവമക്കളെ, അതുവരെ എന്നിലുണ്ടായിരുന്ന സകലത്തെ ദൈവം ഉടച്ചു കളഞ്ഞു. ആത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോൾ ദൈവമക്കളെ, നമ്മളൊന്നും അഭിനയിക്കണ്ട. അന്ന് വരെ ഉണ്ടായിരുന്ന സകലതും കർത്താവ് എടുത്തു മാറ്റും. ഹല്ലേലൂയ. ഓ, അത്യന്തമായ ശക്തി എന്നിലേക്ക് ഇറങ്ങി വന്നപ്പോൾ എന്റെ അസൂയയും പിണക്കവും ജാരശങ്കയും ദ്രവ്യാഗ്രഹവും അഹങ്കാരവും എല്ലാം ദൈവം ഉടച്ചു കളഞ്ഞു. ഇരുട്ടിന്റെ ശക്തികളെ കർത്താവ് വേരോടെ പറിച്ചു കളഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്റെ ഇറങ്ങി വന്നുണ്ടല്ലോ, ഒന്നും അഭിനയിക്കേണ്ടി വരത്തില്ല. ആത്മാവിന്റെ ഫലം നിന്നിൽ പുറപ്പെടാൻ തുടങ്ങും. നീ ആത്മാവ് പറയുന്ന അനുസരിക്കുന്നെങ്കിൽ വിശുദ്ധീകരണത്തിലേക്കും വേർപെട്ട അവസ്ഥയിലേക്കും തന്നെത്താനെ വരും. അഭിനയിക്കേണ്ട കാര്യമില്ല. സ്തോത്രം. എന്റെ ജീവിതത്തിൽ ജയിക്കാൻ പറ്റാഞ്ഞ പല കാര്യങ്ങളും അന്ന് പോലെ എനിക്ക് ജയിക്കാൻ പറ്റി. തോറ്റുകൊണ്ടിരുന്ന മണ്ഡലങ്ങളെ കർത്താവ് ജയിക്കാൻ ഇടയാക്കി തീർന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിലേക്ക് ഇറങ്ങുമ്പോൾ കേവലം അന്യഭാഷ പറഞ്ഞ് 4 പാട്ട് പാടുമ്പോൾ അവസാനത്തെ ലൈൻ പാട്ട് പാടി അന്യഭാഷ പറഞ്ഞ് നിറഞ്ഞു പോകാൻ വേണ്ടി മാത്രമല്ല, ഈ അത്യന്ത ശക്തി കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. അഭിഷേകത്താൽ ലോകത്തെ കീഴ്മേൽമറിക്കാൻ കഴിയും. അഭിഷേകത്താൽ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും. അഭിഷേകത്താൽ രോഗത്തിന്റെ കെട്ടുകൾ പൊട്ടും. പ്രിയ ദൈവമക്കളെ, അതൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടായി പറയുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ അനുഭവത്തെ ആർക്ക് കണ്ടിക്കാൻ കഴിയത്തില്ല. എന്നെ ഒത്തിരി പേര് ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. മോനെ, പാസ്റ്റർ മകനാണ്, ഇങ്ങനൊന്നും ജീവിച്ചാ പോരാ, ഇങ്ങനൊന്നും മുന്നോട്ട് പോകരുത്, അപ്പച്ചനെ ഒന്ന് നോക്ക്, പപ്പായി ഒന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മളെ ചേഞ്ച് ചെയ്തിട്ടില്ല. പക്ഷെ അഭിഷേകം കയറി വന്നപ്പോൾ ആരും പറയാതെ അഭിഷേകത്തിന്റെ ശക്തി എന്നെ ചേഞ്ച് ചെയ്തു. എന്റെ സ്വഭാവം മാറി, എന്റെ ചിന്തകൾ മാറി. അന്ന് വരെ എങ്ങനെങ്കിലും കാശുണ്ടാക്കണമെന്നായിരുന്നു ആഗ്രഹം. അന്ന് ചിന്ത മാറി. പൗലോസിനെ നോക്കിക്കേ, അന്ന് വരെ അവന് ജനത്തെ മുടിപ്പിക്കണമെന്നായിരുന്നു. പക്ഷെ ആത്മാവ് അകത്ത് കയറിയപ്പോൾ, യേശു അകത്ത് വന്നപ്പോൾ ആത്മാക്കളെ എങ്ങനെ നേടാം എന്നുള്ള ചിന്തയിലേക്ക് മാറി. പ്രൈസ് ഗോഡ്. ചുരുക്കി പറയട്ടെ, വലിയ നീണ്ടൊരു സാക്ഷ്യമാണ് ദൈവമക്കളെ. അങ്ങനെ ആ ദൈവത്തിന്റെ സാന്നിധ്യം വന്ന് ഇറങ്ങി വന്ന് എന്റെ ലൈഫിൽ എനിക്ക് വലിയൊരു ചേഞ്ചസ് ഒന്ന് അനുഭവിക്കാൻ കർത്താവിടെയായി. വലിയ വെയിറ്റ് ആയിരുന്നു, ഒരു ഭാരം ഉണ്ടായിരുന്നു. അതെല്ലാം മാറി പൂ പോലെ ആറ്റപ്പെട്ടു. ഞാൻ അന്നൊക്കെ നൃത്തം ചെയ്ത് ആരാധിച്ചു വന്നു. അന്ന് നൃത്തം ചെയ്ത് ആത്മാവിന്റെ അത്യന്ത ശക്തിയിലേക്ക് ഇറങ്ങി വന്നു. അന്ന് അവിടെ കൊട്ടും ബഹളമൊന്നും ഞാൻ നോക്കിയില്ല, ആരാന്നൊന്നും ഞാൻ നോക്കിയില്ല. ഞാൻ ദൈവത്തിന് നൃത്തം ചെയ്ത് ആരാധിച്ചു. അന്ന് ദൈവം കീറിക്കളഞ്ഞതിനെ കീറിക്കളഞ്ഞു, വേരോട് പറിക്കേണ്ടതിനെ പറിച്ചു കളഞ്ഞു. ദൈവം എന്നെ ശുദ്ധീകരിച്ച് പുറത്തു കൊണ്ടുവന്നു.
ദൈവമക്കളെ, ഞാൻ പറഞ്ഞു, കർത്താവെ അങ്ങനെയാണ്, ഞാൻ ഇനി ബിസിനസ് സ്റ്റോപ്പ് ചെയ്തേക്കാം, ഞാൻ ഇനി കർത്താവിന്റെ വേല ചെയ്യാം എന്ന് ഞാൻ കർത്താവോട് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, മോനെ, സമയമായിട്ടില്ല. ഞാൻ പറയുന്ന സമയം വരെ നീ എന്റെ പാതപിടത്തിയിരിക്കണം. ഞാൻ ചിലത് നിന്നെ പഠിപ്പിക്കും. അത് പഠിച്ചതിന് ശേഷം മതി കാര്യമൊക്കെ. നമ്മൾ ഇങ്ങനെ ചിലപ്പോൾ എടുത്തു ചാടാറുണ്ട്. കാത്തിരിപ്പ് യോഗത്തിന് ഇരിക്കുമ്പോൾ, ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ, നല്ല മെസ്സേജ് കേൾക്കുമ്പോഴൊക്കെ ചാടി കയറി തീരുമാനമെടുക്കും. ദൈവമേ, ഞാൻ റെഡിയാ കർത്താവേ, ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് പോയേക്കാം, ഞാൻ സുവിശേഷ വേല ചെയ്തേക്കാം എന്നൊക്കെ പറയും. നല്ല കാര്യമാണ്. പക്ഷെ ആശീർവാദം പറയുമ്പോൾ ചീറ്റിപ്പോവും. ആശീർവാദം പറയുമ്പോൾ അത് കാറ്റുപോകും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചാടിക്കേറിയുള്ള തീരുമാനം ഒന്നും എടുക്കരുത്. ആത്മാവിൽ ദൈവസന്നി പ്രാർത്ഥിച്ച് നിയോഗപ്രകാരം മാത്രമേ മുന്നോട്ട് പോകാവൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സീസണിലും അൺസീസണിലും ഫലം കായ്ക്കുന്നവരായി തീരണം. ഞാൻ ആയിരിക്കുന്ന അവസ്ഥ സീസണാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന സമയമാണ്. അതിന് ഞാൻ റെഡിയാണ്. പക്ഷേ കർത്താവ് അങ്ങനല്ല നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. സീസണിലും അൺസീസണിലും നമ്മൾ ദൈവം ഫലം തരയും. അപ്പോൾ നമ്മൾ ദൈവത്തിന് ഫലം കൊടുക്കുന്നുണ്ടോ, അവിടെയാണ് ദൈവസമയിൽ നമ്മൾ ദൈവത്തെ നമ്മളെ പ്രസാദിപ്പിക്കുന്നവരും ദൈവം നമ്മളിൽ മഹത്വം എടുക്കും. അവിടെയാണ്. പ്രൈസ് ദി ലോർഡ്. ആ ആത്മാവിന്റെ തീഷ്ണതയിൽ ഞാൻ വേലക്കിറങ്ങാൻ റെഡിയാണ്, ഞാൻ കർത്താവിനോട് റെഡിയാണ്. പക്ഷേ ദൈവം ഒപ്പം പറഞ്ഞെന്തിന്, എന്റെ സന്നിധിയിൽ ഇരുന്ന് പഠിക്കുക, എന്റെ സന്നിധിയിൽ ഇരിക്കുക, ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരും. ദൈവമക്കളെ, അങ്ങനെ അവിടുന്ന് അന്ന് സഭായം കഴിഞ്ഞ് വീട്ടിൽ പോയി. വലിയ സന്തോഷം. കർത്താവിന് കൂടെ എപ്പോഴും പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു, ഉപവസിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ദൈവസ്ഥലിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ, കർത്താവ് വായിക്കുന്ന സ്ഥലങ്ങളിൽ പോയി ആ ദൈവത്തിന് സാക്ഷിയൊക്കെ പറയാൻ തുടങ്ങി, സുവിശേഷം പറയാൻ തുടങ്ങി. പല കാര്യങ്ങൾ കർത്താവ് ഇങ്ങനെ പല ദേശങ്ങളിൽ അയക്കാൻ തുടങ്ങി. ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയം 2012 സ്തോത്രം, 2012 ജനുവരി മാസം ഞാൻ ദൈവസ്ഥനി ചില ദിവസങ്ങളിൽ ഫാസ്റ്റിങ്ങിലായിരുന്ന സമയം. ഞാൻ എപ്പോഴും ഫാസ്റ്റ് ചെയ്യുന്നത്, എപ്പോഴും വീട്ടിൽ നിന്ന് വണ്ടിയും കൊണ്ട് പുറത്തു പോകും. പുറത്തായിരിക്കും എന്റെ ഫാസ്റ്റിംഗ് എപ്പോഴും. അത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കോൺസെൻട്രേഷൻ കിട്ടും. ദൈവസ്ഥനിൽ നിന്ന് പ്രാർത്ഥിക്കാനും വണ്ടിക്കകത്ത് നിന്ന് പ്രാർത്ഥിക്കാനൊക്കെ നമുക്ക് സമയം കിട്ടും. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ദൈവത്തിന്റെ ആത്മാ പറഞ്ഞു, മകനെ, വിട്ടിറങ്ങാൻ സമയമായി, വിട്ടിറങ്ങണം. ക്ലോസ് യുവർ ബിസിനസ്. ദൈവസ്ഥനെ തീരുമാനം എടുക്കാൻ പറഞ്ഞു. കർത്താവ് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവെ, എങ്ങനെ പറ്റുമോ അപ്പച്ച, നോക്കിക്കോണേ. 4 വർഷം മുമ്പ് ഞാൻ റെഡിയായിരുന്നു കർത്താവിന്റെ വേലക്ക് ഇറങ്ങാൻ. പക്ഷെ 2012 കർത്താവിനോട് പറയുമ്പോൾ ഞാൻ റെഡി അല്ല. കർത്താവിനോട് പറ്റിയിരിക്കുന്നത് ഒരു മാറ്റവുമില്ല. ഒന്നുകൂടെ ആത്മീയമായി മുന്നോട്ട് വന്നിട്ടേ ഉള്ളൂ, പുറമോട്ട് പോയിട്ടില്ല. പക്ഷേ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് പല കാര്യങ്ങളിൽ നമ്മൾ ഇൻവോൾവ് ആയിപ്പോയി. പല കാര്യങ്ങളിൽ പല ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ പല വേലസ്ഥങ്ങൾ ഓപ്പൺ ചെയ്തു. ഈ സമയത്ത് ഓടി നടന്ന് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കണം, ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജോലിയോ ബിസിനസ്സിനോട് അനുബന്ധിച്ച് കർത്താവിന്റെ വേല ചെയ്യുകയാണ്. പക്ഷേ അപ്പൊ നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം വരും, കർത്താവിന്റെ വേല ദുബൈയിലാണെങ്കിലും ഗുജറാത്തിനാണെങ്കിലും കേരളത്തിലാണെങ്കിലും ചെയ്താൽ മതിയല്ലോ, ഇന്നത് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടാകാം. ഞാൻ അത് ആദ്യമേ പറഞ്ഞ്, ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു സ്വപ്നമുണ്ട്, ഒരു ഡ്രീം. ആ സ്വപ്നത്തിലേക്ക് നമ്മൾ എത്താതെ നമ്മുടെ അപ്പൻ സന്തോഷവാനാകത്തില്ല. നമ്മളെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമുക്കൊരു സ്വപ്നമുള്ളതുപോലെ നമ്മളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിനൊരു സ്വപ്നമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ 2012 ആ ദൈവത്തിന്റെ ശബ്ദം എനിക്ക് പൂർണ്ണമായി ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു, കർത്താവെ, ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ കർത്താവിന്റെ വേലയൊക്കെ ചെയ്തോളാം, ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്തോളാം. ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടല്ലോ, ബിസിനസ് ഉണ്ടല്ലോ, ആരുടെ മുന്നിൽ പോയി കൈ നീട്ടണ്ടല്ലോ എന്നുള്ള ചിന്തയൊക്കെ മനസ്സിൽ ഭരിച്ചിട്ട് അങ്ങനെ ദൈവത്തോട് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, മോനെ, ഇതൊന്നുമല്ല എന്റെ പദ്ധതി നിങ്ങളെ കുറിച്ച്. എനിക്ക് നിങ്ങളെ ചില വ്യത്യസ്ത മണ്ഡലങ്ങളിൽ ഉപയോഗിക്കാനുണ്ട്. അതുകൊണ്ട് പുറത്തു വരണം. ദൈവമക്കളെ, ആ കംഫോർട്ട് സോൺ പുറത്തു വരാൻ ഞങ്ങൾ തയ്യാറായില്ല. കുഞ്ഞുങ്ങളൊക്കെ അവിടെ ജനിച്ച് അവിടെ പഠിക്കുക, അവരെ പറിച്ചു കൊണ്ടുവന്ന് കേരളത്തിൽ കൊണ്ടുവന്ന് നമ്മൾ പഠിപ്പിക്കുക, മലയാളം പഠിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നതൊന്നും അത്ര ഈസിയായ കാര്യമല്ല എന്നെനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, കർത്താവെ, ഞങ്ങൾ ഇവിടെ നിന്നോണ്ട് കർത്താവിന്റെ വേല എത്ര വേണേലും ചെയ്തോളാം, ആരെ വേണമെങ്കിലും സഹായിച്ചോളാം കർത്താവെ എന്ന് പറഞ്ഞു. കർത്താവ് പറയേണ്ടത് പറഞ്ഞു, ഇന്നൊന്നും സംസാരിച്ചില്ല. ദൈവമക്കളെ, ദൈവത്തിന്റെ പദ്ധതി കർത്താവ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരുന്ന കമ്പനിയുടെ മേൽ ദൈവത്തിന്റെ കരം വെച്ചു. ഹല്ലേലൂയ. ഞങ്ങൾക്ക് മനസ്സിലായി സംഭവം പ്രശ്നമാകുകയാണ്. ദൈവത്തിന്റെ കരം വെച്ചു. ദൈവത്തിന്റെ കരം വെച്ചാൽ ഒരു കാര്യം ഓർത്തോണം,
ആർക്കും അത് എടുത്തു മാറ്റാൻ കഴിയത്തില്ല. സ്തോത്രം. നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരുന്ന കമ്പനിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. പ്രശ്നങ്ങൾ, ഓരോരോ കോൺട്രാക്റ്റുകൾ ഇല്ലാതാകാൻ തുടങ്ങി. ഓരോ ചോർച്ച ഉണ്ടാകാൻ തുടങ്ങി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ പൈസ നിൽക്കാതെ ചോരാൻ തുടങ്ങി. പ്രതിസന്ധികൾ ആഞ്ഞടിക്കാൻ തുടങ്ങി. ജീവിതത്തിൽ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഞങ്ങൾ പോയി. അപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഇങ്ങനെ മുന്നോട്ട് കാര്യമില്ല. ഇവിടുന്ന് ലോൺ എടുത്തിട്ട് കാര്യമില്ല, പൈസ മറിച്ചിട്ട് കാര്യമില്ല. ദൈവത്തിൽ ഉറച്ചു നിൽക്കാം. ഒരു കാരണവശാലും പുറമോട്ട് പോകരുത്. ദൈവം അത്ഭുതം ചെയ്യും എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി. ദൈവത്തിന്റെ പ്രവൃത്തിയില്ല, ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതേപോലെ കടം കയറാൻ തുടങ്ങി. അതേപോലെ ബിസിനസ് ലോസ് ആകാൻ തുടങ്ങി. കേസുകള് ഒന്നിനു മീതെ ഒന്നായി ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഞാനും എൻ്റെ വൈഫും കരം പിടിച്ചൊരു തീരുമാനമെടുത്തു. ഒരു മനുഷ്യന്റെ മുന്നിൽ ഞങ്ങൾ ഇനി കൈനീട്ടത്തില്ല. ഒരു ബാങ്കിൽ പോയി ഞങ്ങൾ ലോൺ എടുക്കത്തില്ല. ദൈവം ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഞങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യും. ഞങ്ങൾ കരം പിടിച്ച് തീരുമാനമെടുത്തു. ദൈവസന്നിധിയിൽ ഇനി എന്ത് വിഷയം ദൈവത്തോട് പറയാം, മനുഷ്യനോട് പറയരുത്. ഞങ്ങളുടെ വിഷയം ആരും അറിയണ്ട, ദൈവം മാത്രം അറിഞ്ഞാൽ മതി. ദൈവമക്കളെ, ഞങ്ങളുടെ മാതാപിതാക്കൾ പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു ഞങ്ങളുടെ പ്രശ്നങ്ങൾ. ഞങ്ങൾ ആരോടും പറഞ്ഞില്ല. കഠിനമായ പ്രതിസന്ധി കൂടെ ഞങ്ങൾ കടന്നുപോയി. കഠിനമായ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം ചെല്ലുന്നതോറും ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ വാഹനങ്ങളൊക്കെ ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് കൊടുക്കേണ്ടി വന്നു. വല്ലാത്ത അവസ്ഥയിൽ ഞങ്ങളുടെ കമ്പനി ട്രക്കുകൾ മറ്റുള്ളവർക്ക് ഓരോരുത്തർക്ക് കൊടുക്കേണ്ടി വന്നു. പല പ്രശ്നങ്ങൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ. അങ്ങനെ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയം ഞങ്ങൾ ദൈവസ്ഥലല്ലാതെ ആരോടും ഒന്നും പറഞ്ഞില്ല. 2.5 വർഷം ഞങ്ങൾ ബ്ലാക്ക് ലിസ്റ്റിൽ, കരിമ്പട്ടികയിലായിരുന്നു പട്ടണത്തിൽ. 2.5 വർഷം കരിമ്പട്ടികയിൽ. ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കരിമ്പട്ടിക എന്നുള്ള നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ നമുക്ക് കരിമ്പട്ടികയിലായി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ ഒരു പേപ്പർ, ഒരു ബില്ല് അടയ്ക്കാൻ കഴിയത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ബില്ല് അടയ്ക്കണമെങ്കിൽ പോലും നമ്മുടെ ഫയൽ ഓപ്പൺ ആകത്തില്ല. അങ്ങനെ ഞങ്ങളുടെ കറണ്ട് ബില്ല് അടയ്ക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റിയില്ല. ഞങ്ങളുടെ വീട്ടിലെ ഇലക്ട്രിസിറ്റി ഗവൺമെന്റ് കട്ട് ചെയ്ത് കളഞ്ഞു. 47 ഡിഗ്രി ചൂടിനകത്ത് ആരെയും അറിയിക്കാതെ, ഒരു മനുഷ്യനെ പോലും അറിയിക്കാതെ, പ്രൈസ് ദി ലോർഡ്, ആരെയും അറിയിച്ചില്ല. ഞങ്ങളുടെ സഭാവിശ്വാസികളെ അറിയിച്ചില്ല. ഞങ്ങളുടെ ദൈവദാസനെ കുടുംബത്തെ അറിയിച്ചില്ല. ആരെയും അറിയിക്കാതെ ഈ കറണ്ട് കട്ട് ചെയ്ത വീടിനകത്ത് അന്ന് ഞങ്ങളുടെ ഇളയ മോക്ക് 5 മാസം 6 മാസമേ പ്രായമുള്ളൂ. ആ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ വീശി വീശി ഉറക്കി, ആരെയും അറിയിക്കാതെ. ദൈവസ്ഥലിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത്, കർത്താവെ, ഈ പ്രശ്നത്തിൽ നിന്ന് കർത്താവിന് മാത്രമേ ഞങ്ങളെ പുറത്തു കൊണ്ടുവരാൻ കഴിയത്തുള്ളൂ. ആർക്കും പരിഹരിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പോയി. അതിന് കുറെ കേസുകളും നന്നായി വന്നത്. ഹല്ലേലൂയ. അങ്ങനെ പ്രതിസന്ധികൾ ഓരോന്നോരോന്നായി. എല്ലാം എനിക്ക് പബ്ലിക്കിൽ പറയാൻ കഴിയത്തില്ല. അവിടുത്തെ ഗവൺമെന്റ് പോലും ഞങ്ങൾക്ക് എതിരായി മാറി. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ പ്രശ്നം ആ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചു. അത്ര വലിയ പ്രശ്നം ആഞ്ഞടിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാരണം അവിടുത്തെ ലോക്കൽ സ്പോൺസർ പോലും അദ്ദേഹം ബ്ലാക്ക് ലിസ്റ്റിലായി പോയി. നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കിയേ, ഒരു ലോക്കൽ സ്പോൺസർ ബ്ലാക്ക് ലിസ്റ്റ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനുള്ള ബാക്കി 13-14 കമ്പനിയുണ്ട്, അതെല്ലാം ബ്ലാക്ക് ലിസ്റ്റിലേക്ക് പോയി. അങ്ങനെ വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് ഞങ്ങൾ കടന്നുപോയി. അവരെല്ലാം കേസും വഴക്കുമായി ഭയങ്കര പ്രശ്നമായി മാറി. ഞാൻ ആ പ്രശ്നങ്ങളുടെ ഒരു കാഠിന്യം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവമക്കളെ, അങ്ങനെ ഒരു ഘട്ടത്തിൽ 2.5 വർഷം ഞങ്ങൾ മുന്നോട്ട് പോയി. അതിന്റെ നടുവിലും ഈ ദൈവത്തെ രുചിച്ചറിയുവാൻ കർത്താവ് ഇടയാക്കി. ഹല്ലേലൂയ. ഞങ്ങളുടെ വീട്ടില് ആഹാരം എല്ലാം ഇല്ലാതായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. വീട്ടിലെ അരി കുറഞ്ഞു, അരിയില്ല, ആട്ടയില്ല, എല്ലാം ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയി. ചിന്തിച്ചു നോക്കിയേ, അവിടെ കമ്പനി നടത്തിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യന്റെ വീട്ടിലെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. പക്ഷേ ദൈവം ഞങ്ങളെ പട്ടിണി കിടത്തിയില്ല. ഞങ്ങളുടെ ചർച്ചിലെ ഒരു സഹോദരൻ, ആ സഹോദരൻ, ഹല്ലേലൂയ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാമ്പ്രദറെ, താഴോട്ടൊന്ന് വരാമോ, ബിൽഡിങ്ങിന് താഴോട്ടൊന്ന് വരാമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന്റെ ഫോൺ വിളി കേട്ട് താഴോട്ട് ചെന്നു. അദ്ദേഹം എന്റെ ഡിക്കി തുറന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ പറയുന്ന കാര്യം തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ആരോടും പറയരുത് പറഞ്ഞു. ഞാൻ എന്താ ബ്രദറെ, കാര്യം പറയാന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഡിക്കിലേക്ക് നോക്കിയപ്പോൾ 20 കിലോ അരിയുടെ ചാക്കൊരെണ്ണം, ആട്ട, എല്ലാ സാധനം, ബിസ്ക്കറ്റ് ഉൾപ്പെടെ കംപ്ലീറ്റ് സാധനം ആ ഡിക്കിക്കകത്തിരിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താ ബ്രദറെ ഇങ്ങനെ കൊണ്ടുവരാൻ കാര്യം? അത് ഇന്നലെ രാത്രി കിടന്നുറങ്ങിയപ്പോൾ എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, സാമ്പ്രദറും കുടുംബവും പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്നു, ഒന്ന് പോയി ഹെൽപ്പ് ചെയ്യണം, അവർക്ക് വേണ്ട സാധനങ്ങൾ കൊണ്ട് പോകണം. ഞാൻ സംശയിച്ചില്ല, പുള്ളി നേരെ ഉടൻ തന്നെ സാധനം മേടിച്ചുകൊണ്ട് ഇനി പോരുകയാണ്. അദ്ദേഹത്തിന് സംശയം, കമ്പനി നടത്തുന്ന ഈ സാമ്പ്രദറും കുടുംബത്തിന് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയില്ലല്ലോ, ഇനി തെറ്റങ്ങാണമായി പോയ നാണംകേടാ, അതുകൊണ്ടാണ് എന്നെ വിളിച്ച് പുള്ളി ഇങ്ങനെ കാര്യം സംസാരിച്ചത്.
ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ അദ്ദേഹത്തെ വിളിച്ച് മേളിൽ കൊണ്ടുവന്നു. സാധനം എടുത്തില്ല, മേളിൽ കൊണ്ടുവന്നിട്ട് കിച്ചണിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു, ബ്രദർ ഒരു കാര്യം ചെയ്ത് ആ അരിപ്പാത്രം തുറന്നു നോക്കാൻ പറഞ്ഞു. പുള്ളി അരിപ്പാത്രം തുറന്നു നോക്കിയപ്പോൾ അരി കാലി. ആട്ടപ്പാത്രം തുറന്നു നോക്കാൻ പറഞ്ഞു, ആട്ടപ്പാത്രം കാലി. പ്രൈസ് അലോ. ഞാൻ പറഞ്ഞു, ബ്രദറെ, ഇത് ചുമ്മാ അത് പേക്കിനാവ് കണ്ടതല്ല. ഞങ്ങളുടെ ഊഴയവൻ കർത്താവിന്റെ ദാസനെ പറഞ്ഞിട്ട് വിട്ടിരിക്കുക. ഞങ്ങൾക്ക് വേണ്ട, കുഞ്ഞുങ്ങൾക്ക് വേണ്ട സകല കാര്യങ്ങളുമായി ദൈവം അവിടെ പറഞ്ഞയച്ചിരിക്കുക. അങ്ങനെയാണ് ഞങ്ങളെ കർത്താവ് 2.5 വർഷം പോറ്റിയത്. ഹല്ലേലൂയ. പ്രതിസന്ധികളിൽ തളരാതെ ദൈവത്തെ മുറുകെ പിടിച്ചു. ഞങ്ങൾ ഞാൻ പറയുന്നത് കഷ്ടതയിലായത് ഗുണമായെന്ന് വചനത്തിൽ പറയുന്നത് പോലെ ഞങ്ങൾ ആ കഷ്ടതയിലായത് ഞങ്ങളുടെ കർത്താവിനെ രുചിച്ചറിയുവാൻ കർത്താവ് ഇടയാക്കി. അങ്ങനെ അല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് പോകുന്ന സമയം ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പോലീസ് സ്റ്റേഷനിൽ കോൾ വന്നു. മറ്റൊന്നുമല്ല, കോടതിയിലൊക്കെ കേസ് കിടക്കുകയാണ്. ഞങ്ങളുടെ ഹല്ലേലൂയ ചെക്കൊക്കെ ബൗൺസ് ആയ കേസുകളും വെയർഹൗസിന്റെ കേസുകളെല്ലാം കിടക്കുകയാണ്. അതെല്ലാം ഇങ്ങനെ കേസ് കിടക്കുന്ന സമയത്ത് അവരെനിക്ക് തന്ന സമയപരിധി എല്ലാം കഴിഞ്ഞുപോയി. അവർ വിളിച്ചിട്ട് പറഞ്ഞു, മിസ്റ്റർ സാമുവൽ, എന്റെ ഒഫീഷ്യൽ നെയിം സാമുവൽ എന്നാണ്. സാം ചെന്നിത്തല എന്ന് ഒരു പാസ്റ്ററുടെ പേര് അങ്ങ് പോയെന്നേ ഉള്ളൂ. ഒഫീഷ്യൽ നെയിം സാമുവൽ. മിസ്റ്റർ സാമുവൽ, ഞങ്ങൾ നിനക്ക് തന്ന സമയം കഴിഞ്ഞു പോയി. നിന്നെ അറസ്റ്റ് ചെയ്യേണ്ട ഡേറ്റ് ആണെന്ന്. നീ ഇങ്ങോട്ട് വരുന്നോ അതോ ഞങ്ങൾ അങ്ങോട്ട് വരണോ? എന്റെ വൈഫും കുഞ്ഞുങ്ങളും ഇത് അറിയുന്നില്ല ഈ ഫോൺ കോൾ. ഞാന് ബ്രിഗേഡിയർ ആയിരിക്കുന്ന പോലീസ് ഓഫീസറോട് പറഞ്ഞു, സാർ ഇങ്ങോട്ട് വരണ്ട, എന്റെ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന അവര് കാണണ്ട, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ വൈഫിനോട് ഒരു വാക്ക് പോലും പറയാതെ പാസ്പോർട്ടും എടുത്തോണ്ട്, ഞങ്ങളുടെ പാസ്പോർട്ടൊക്കെ എക്സ്പയർ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പാസ്പോർട്ടിലൊന്നും വിസ ഇല്ല, ഓവർ സ്റ്റേ ആണ് ഞങ്ങൾ എല്ലാവരും. ഞാനും എന്റെ വൈഫും എന്റെ കുഞ്ഞുങ്ങളും 3 പേരും ഓവർ സ്റ്റേ ആണ്. എന്റെ ഇളയ കുഞ്ഞ് ജനിച്ചിട്ട് അവർക്ക് ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല, പാസ്പോർട്ട് ഇല്ല. ഞങ്ങൾ ബ്ലാക്ക് ലിസ്റ്റ് ആണ്. ഞങ്ങളുടെ വിസ റിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. ഓവർ സ്റ്റേ നിങ്ങൾക്കറിയാമല്ലോ, ഓരോ ദിവസവും എത്ര 1000 രൂപ ഫൈൻ വരും എന്നറിയാമോ? 2.5 വർഷമായിട്ട് ഞങ്ങൾ ഓവർ സ്റ്റേയിലാണ്. ഇത് വിസ ഇല്ലാത്ത പാസ്പോർട്ടാണ്. ഈ പാസ്പോർട്ടും കൊണ്ട് ഞാൻ എന്റെ വൈഫിനെ കുഞ്ഞുങ്ങളെ ആരെയും അറിയിക്കാതെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. ഞാൻ പറഞ്ഞു, സാർ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ പുറത്ത് നിൽക്കാൻ? എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? സാമുവൽ, പുള്ളിക്കാരൻ എന്നെ സ്ഥിരമായിട്ട് കണ്ട് പുള്ളി എന്നെ പരിചയമായി. ഒരു രക്ഷയുമില്ല, ലാസ്റ്റ് ഡേ ആണ്, കോടതി എന്നൊക്കെ ലാസ്റ്റ് ഡേ ആണത്, നിങ്ങളെ അറസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം തന്നെ അവര് എനിക്ക് മനസ്സിലായി ഇനി എന്നെ അവർ പുറത്തു വിടത്തില്ല. ഞാൻ പറഞ്ഞു, ഓക്കെ സാർ, എന്റെ വൈഫിനെ ഒന്ന് വിളിച്ചു പറയണം. ആയിക്കോട്ടെ, ഓക്കെ, വിളിക്കാൻ പറഞ്ഞു. അവര് നമ്മുടെ മൊബൈൽ യൂസ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. മൊബൈലൊക്കെ അവരോട് മേടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അവിടുത്തെ ടെലിഫോണിൽ നിന്ന് എന്റെ വൈഫിനെ വിളിച്ചു പറഞ്ഞു, റീന, ഞാൻ പോലീസ് സ്റ്റേഷനിലാണ് വന്നത്, എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ്, അതുകൊണ്ട് ഈ പാസ്റ്ററെ അങ്കിളെ വിളിച്ചു പറയണം, ആന്റിയെ വിളിച്ചു പറ എന്ന് പറഞ്ഞു. ദൈവമക്കളെ, ഇത് പറഞ്ഞ് എനിക്ക് അവളോട് പറഞ്ഞ ഓർമ്മയുള്ളൂ. അതിനുശേഷം എന്റെ സഹോദരിയും കുഞ്ഞുങ്ങൾ ആലാമോറയിട്ട് അവിടെ നിലവിളിച്ച് കരയാൻ തുടങ്ങി. അവർ വളരെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അവസ്ഥയൊക്കെ പിന്നീടാണ് ഞാൻ അറിയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 മണിക്കൂർ കഴിഞ്ഞാൽ പാസ്റ്ററെ ആന്റിയെ പോലും വിളിക്കുന്നത് അതേപോലത്തെ ഒരു സ്റ്റേജിലേക്ക് എന്റെ വൈഫ് നിലവിളിച്ച് കരഞ്ഞപ്പോൾ എന്റെ കുഞ്ഞുങ്ങളൊക്കെ അവളെ പിടിച്ച് കരയാൻ തുടങ്ങി. 6 മാസമുള്ള കുഞ്ഞുങ്ങളാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, 8 വയസ്സുള്ള 6 വയസ്സുള്ള മോളെ, ഇളയ മോക്ക് 6 മാസം. ഈ കുഞ്ഞുങ്ങളാണ് എന്റെ വൈഫിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ആ സമയത്ത് പോലീസ് സ്റ്റേഷനിലെ ക്രിമിനൽ ഡീറ്റെയിൽസ് ഉണ്ടാക്കി എന്നെ അവര് ഡ്രസ് ചേഞ്ച് ചെയ്തു. എന്റെ പേഴ്സ്, മൊബൈൽ എല്ലാവരും മേടിച്ചു. അണ്ടർഗ്രൗണ്ട് ഭൂമിക്കടിയിലെ ജയിലിലേക്ക് എന്നെ അവർ കൊണ്ടുപോയി. ദൈവമക്കളെ, ആ ജയിലിനകത്ത് ഞാൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ഹല്ലേലൂയ, ലെബനീസും പലസ്തീനികൾസും അറബികളും ഇറാഖികളും പാകിസ്ഥാനികളും ഒക്കെ കിടന്ന് അട്ടഹസിച്ച് ഏകദേശം 2000-ഓളം ആൾക്കാരുള്ള ജയിലാണ്. ആ ഭൂമിക്കടിയിലെ ജയിലിനകത്തോട് ചെന്നപ്പോൾ ലെബനീസൊക്കെ വിളിച്ചു, താൽ ഇവിടെ വാ എന്ന്. അവരൊക്കെ വല്ലാതെ ഉപദ്രവിക്കുന്ന ആൾക്കാരാ. എന്നോട് മലയാളി ഒരാളെന്ന് പറഞ്ഞു, അങ്ങോട്ട് പോകല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ റൈറ്റിലോട്ട് അദ്ദേഹം വിളിച്ചു. ഞാൻ പതുക്കെ ആ ജയിലിനകത്ത് റൈറ്റിലോട്ട് കടന്നുപോയി. അവിടെ ഞാനന്ന് ഫാസ്റ്റിംഗ് ആണ്, ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ ദിവസത്തിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. അത് ഞാൻ റൈറ്റ് സൈഡിലോട്ട് പോയി, ഒരു സൈഡിൽ പോയി ഒരു ബെഞ്ചിൽ പോയിരുന്നു. ആ ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയം മേൽവശം ഓപ്പൺ ആണ്. മേൽവശം എന്ന് പറഞ്ഞാൽ ഒരു കിണറിന്റെ വലുപ്പത്തിൽ ഈ ജയിലിന്റെ മേൽവശം ഓപ്പൺ ഉണ്ട്. എന്ന് വെച്ചാൽ ഫ്രഷ് എയർ കയറാൻ വേണ്ടി അവരിട്ടിരിക്കാം. അതിനകത്ത് AC ഉണ്ട്, പക്ഷെ അവിടെ മാത്രം അവർ ഓപ്പൺ നെറ്റിട്ടിരിക്കുകയാണ്. മേലോട്ട് ഞാൻ ആകാശം എനിക്ക് കാണാം. ഞാൻ ആ ബെഞ്ചിനോടെ പോയി ഇങ്ങനെ പ്രാർത്ഥിക്കുക. എനിക്ക് മറ്റൊരു പേടിയുമില്ല. ആ ജയിലിനകത്ത് പോയോണ്ട് എനിക്ക് പേടിയൊന്നുമില്ല. എനിക്കൊരു കാര്യമാണ്, എന്റെ തമ്പുരാൻ കൂടെയുണ്ട്. പക്ഷെ എന്റെ കുഞ്ഞുങ്ങളെ പ്രിയപ്പെട്ടവളും പുറത്തായി പോയല്ലോ എന്നുള്ള ചിന്ത, അവരെന്തായിരിക്കും അവരുടെ ഗതി, അവരുടെ സ്ഥിതി എന്തായിരിക്കും എന്നുള്ള ചിന്ത എന്നെ അലട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ചു, എന്റെ കർത്താവേ, എന്റെ പ്രിയപ്പെട്ടവളെ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കണമേ, അവിടെ ദൈവദാസനും കുടുംബം എത്രയും പെട്ടെന്ന് എത്തുവാൻ കർത്താവ് ഇടയാക്കണം ദൈവമേ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ അവിടുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ സമയം പോകുന്നൊന്നും എനിക്ക് അറിയുന്നില്ല. ഞാൻ ആ 2 മണിക്ക് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്താണ്. 2
മണി ഉച്ച 2 മണി തൊട്ട് വൈകിട്ട് 5:30 വരെ ഞാൻ ആ ഇരിപ്പ് അവിടെ ഇരുന്നു. ഞാൻ ആ ഇരിപ്പ് അവിടെ നിന്ന് ദൈവത്തോട് ആകാശത്തോട് നോക്കി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 5:30 മണിയായപ്പോൾ ഞാനൊരു ശബ്ദം കേട്ടു. എന്റെ കർത്താവിന്റെ ശബ്ദം. ഹല്ലേലൂയ. ആ ജയിലിനകത്തൊരു ശബ്ദം ഞാൻ കേട്ടു. ദൈവമക്കളെ, ദൈവം ഉപവാസ പ്രാർത്ഥനയെ മാത്രമല്ല, ഹോളിനകത്ത് മാത്രമല്ല, പത്രോസിനെ രക്ഷിക്കാൻ ഹല്ലേലൂയ കർത്താവ് കാരാഗ്രഹത്തിൽ ഇറങ്ങിയെങ്കിൽ, പൗലോസ് രക്ഷിക്കാൻ ഇറങ്ങിയെങ്കിൽ, യോസഫിന്റെ കൂടെ യഹോവ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതിന്റെ അകത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനെ രക്ഷിക്കാൻ കർത്താവ് ഇറങ്ങി വരും. ഹല്ലേലൂയ. 5:30 മണിയായപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചു. ആ ശബ്ദം ഇപ്രകാരമായിരുന്നു: മകനെ, കരയണ്ട, കരയണ്ട. ഹല്ലേലൂയ. എത്ര സന്തോഷകരമായ! കർത്താവ് കരയണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നീ കരയുന്ന, നിന്റെ ഭാര്യ കരയുന്ന, നിന്റെ കുഞ്ഞുങ്ങൾ കരയുന്ന വിഷയത്തിന് മറുപടിയാണ് അതിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. മനുഷ്യർ കരയണ്ടെന്ന് പറഞ്ഞാൽ അത് നിരാശ ഉണ്ടാക്കും. മനുഷ്യർ കരയണ്ടെന്ന് പറഞ്ഞാൽ 1 മിനിറ്റ് പോലും ആ കരച്ചില്ലാതെ വരത്തില്ല. പക്ഷെ തമ്പുരാൻ കരയണ്ടെന്ന് പറഞ്ഞാൽ അതിന് മറുപടിയാ. സ്തോത്രം. ദൈവമക്കളെ, കർത്താവ് കരയണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത വാക്യം അറിയാമോ? ഇന്ന് രാത്രി നീ നിന്റെ വീട്ടിൽ കിടന്നുറങ്ങും, ഇവിടെ കിടക്കത്തില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, ഇന്ന് രാത്രി നീ നിന്റെ വീട്ടിൽ കിടന്നുറങ്ങും, ഇവിടെ കിടന്നുറങ്ങത്തില്ല. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരിക്കലും നടക്കാത്ത കാര്യം, ഒരിക്കലും നടക്കത്തില്ല. എന്താ കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്നെ അറസ്റ്റ് ചെയ്തത് വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അവിടെ ഡ്യൂട്ടി ടൈം തീരുന്നതിന് മുമ്പ് എന്നെ അറസ്റ്റ് ചെയ്തു. എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച ഉച്ചയാകുമ്പോൾ 2 മണിക്ക് ഡ്യൂട്ടി ടൈം കഴിഞ്ഞു. പിന്നെ വെള്ളി അവധി, ശനി അവധി, ഞായറാഴ്ച മാത്രമേ ഗവൺമെന്റ് ഓഫീസുകൾ തുറക്കത്തുള്ളൂ, കോടതി തുറക്കത്തുള്ളൂ. എന്നെ പുറത്തുവിടാൻ ഒരു വഴിയില്ല. പക്ഷെ കർത്താവ് പറയാ, ഇന്ന് രാത്രി നീ നിന്റെ വീട്ടിൽ കിടന്നുറങ്ങും. പ്രൈസ് ഗോഡ്. ആരാ പറഞ്ഞെന്നറിയാമോ? എംപിയോ മന്ത്രിയോ MLA ആയിരുന്നെങ്കിൽ നടക്കത്തില്ല. സകലത്തിന്റെ ഉടയവനാ കർത്താവ് പറയാ, നീ ഇന്ന് രാത്രി നിന്റെ വീട്ടിൽ കിടന്നുറങ്ങും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം പറഞ്ഞതാ. ഹല്ലേലൂയ. 5:30 ദൈവത്തിന്റെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും ഇരിക്കുകയാണ്. പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. നിങ്ങളിപ്പോ എങ്ങനെ ഇരിക്കുന്നോ അതേപോലെ ഞാനായിരിക്കുന്നത്. എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ കരം പുറത്ത് ചലിക്കാൻ തുടങ്ങി. എന്റെ വൈഫ് ഏകദേശം 5:30 മണി കഴിഞ്ഞിട്ടാണ് എന്റെ അനിയനെയും കുടുംബത്തെയും വിളിച്ചു പറയുന്നത് എന്നെ അറസ്റ്റ് ചെയ്ത കാര്യം. അപ്പൊ അദ്ദേഹം അബുദാബിയിൽ വർക്ക് ചെയ്യുന്നു. അദ്ദേഹം വർക്ക് ചെയ്യുന്ന സമയം, അദ്ദേഹം ഒരു ഓഫീസ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് എന്റെ വൈഫ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ MD എല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ എമർജൻസി കോൾ 2-3 പ്രാവശ്യം കോൾ ചെയ്തപ്പോൾ അവന് മനസ്സിലായി, അല്ലെ ആ സമയത്ത് കോൾ എടുക്കത്തില്ല, ഇത് എമർജൻസി കോളാന്ന് മനസ്സിലായിട്ട് ഉടൻ തന്നെ, സാർ എനിക്കൊരു എമർജൻസി കോൾ, ഞാൻ അറ്റൻഡ് ചെയ്തോളാം പറഞ്ഞു. ഉടൻ തന്നെ എഴുന്നേറ്റ് അങ്ങോട്ട് മാറി നിന്നുകൊണ്ട് റീനമാമ എന്താ വിഷയം എന്നൊക്കെ ചോദിച്ചു. ഉടൻ തന്നെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഈ അറബിയായ MDക്ക് മനസ്സിലായി എന്തോ സംഭവമുണ്ട്. അപ്പൊ ജോൺ, വാട്ട് ഇസ് ദ പ്രോബ്ലം, എന്താ വിഷയം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, സാർ എന്റെ ബ്രദറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു, ബിസിനസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ അടുക്കൽ പെട്ടെന്ന് പോകണം. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? എനിക്ക് എന്റെ പാസ്പോർട്ട് കിട്ടിയാൽ കൊള്ളാം എന്ന് പറഞ്ഞു. 15,000 മേളിൽ ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നാഫ്കോ. ആ കമ്പനിക്കകത്തു നിന്ന് പാസ്പോർട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ എത്ര ഈസിയ കാര്യമല്ല. വിത്തിൻ ഹാഫ് ആൻ അവറിനുള്ളിൽ എന്റെ അനിയന്റെ പാസ്പോർട്ട് PRO എടുത്ത് കൈ കൊടുത്തു. ഏകദേശം 6 മണി കഴിഞ്ഞ ശേഷം അബുദാബിയിൽ നിന്നും ദുബൈയിലേക്ക് അദ്ദേഹം യാത്ര തിരിച്ചു. ദൈവമക്കളെ, അവൻ യാത്ര തിരിക്കുമ്പോൾ അവൻ മറന്നുപോയി വ്യാഴാഴ്ചയാന്ന് മറന്നുപോയി. അവൻ മറന്നുപോയി ഇന്ന് ഓഫീസുകൾ ഇല്ലെന്നുള്ള മറന്നുപോയി. എന്നാലും അദ്ദേഹം യാത്ര തിരിച്ചു. അദ്ദേഹം ജ്യേഷ്ഠനെ അറസ്റ്റ് ചെയ്തതിന്റെ വിഷമത്തിൽ യാത്ര തിരിച്ചിരിക്കുകയാണ്. യാത്ര തിരിച്ച് വണ്ടി 7:30 ഭയങ്കര ഹൈ സ്പീഡിൽ വണ്ടി വിട്ട് 7:30 കഴിഞ്ഞപ്പോഴത്തേക്ക് പർദുബൈ പോലീസ് സ്റ്റേഷന്റെ താഴെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഓടി അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. അങ്ങനെ ഓടി പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ പെട്ടെന്നാണ് എന്നെ അറസ്റ്റ് ചെയ്ത ജുമാ കൽഫാർ എന്ന മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിൽ പങ്കെടുത്തിട്ട് അദ്ദേഹം ആ ഓഫീസ് റൂമിൽ നിന്ന് പുറത്തിറങ്ങി വരികയാണ്. ഒരിക്കലും 2 മണിക്ക് ശേഷം ഒരാൾ കാണത്തില്ല, ഒരു ഓഫീസേഴ്സും കാണത്തില്ല. പക്ഷേ 7:30 ശേഷം അതേ സെയിം ടൈം എന്റെ അനിയൻ അവിടെ ഓടി കയറി വരുന്ന സമയത്താണ് അദ്ദേഹം ഇറങ്ങി വരുന്നത്. അദ്ദേഹത്തോട് സംസാരിച്ചു. ഇങ്ങനെ ഞാൻ അവിടെ നിന്ന് വരികയാണ്, ഞാൻ അബുദാബിയിൽ നിന്ന് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്, അതല്ല ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോവുകയാണ്, വരിക എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം
പറഞ്ഞു, വരാൻ പറഞ്ഞു. വിളിച്ചുകൊണ്ട് പോയി ഓഫീസിൽ കൊണ്ടുപോയി. ഒരിക്കലും അദ്ദേഹം ടൈപ്പ് ചെയ്യുന്ന ആളല്ല, അദ്ദേഹം വലിയൊരു മെയിൻ ഓഫീസറാണ്, അദ്ദേഹത്തിന്റെ സെക്രട്ടറിമാരാ ടൈപ്പ് ചെയ്യുന്നത്. പക്ഷേ അന്ന് രാത്രി എന്റെ റിലീസ് ലെറ്റർ അദ്ദേഹം ടൈപ്പ് ചെയ്തു. ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഈ സമയത്ത് എനിക്ക് ബ്ലാങ്കറ്റ് കൊണ്ടുതന്നു. വാർഡന്മാർ എനിക്ക് ബ്ലാങ്കറ്റ് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, 8 മണിക്ക് ബ്ലാങ്കറ്റ് എന്റെ കൈ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, ഇത് നിന്റെ ബ്ലാങ്കറ്റ് ആണ്. 2 ബ്ലാങ്കറ്റ് തന്നിട്ട്, ഒന്ന് പുതയ്ക്കാനും ഒന്ന് കിടക്കാനുമാ. കിടക്കാനുള്ള സ്ഥലം നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ 2 പുതിയ ബ്ലാങ്കറ്റ് എന്നെ കൊണ്ട് തന്നിട്ട് ഞാനത് മടി വെച്ചുകൊണ്ടിരിക്കുക. ദൈവമക്കളെ, അങ്ങനെ ഇരിക്കുന്ന സമയം ഈ സംഭവം പുറത്ത് നടക്കുകയാണ്. അവർ 9:30 ലൈറ്റ് ഓഫ് ചെയ്യും ജയിലില്. പിന്നെ ലൈറ്റ് ഇല്ല, സീറോ ബിൾ മാത്രമേ ഉള്ളൂ. അതിന് മുമ്പ് കണ്ടുപിടിച്ചോണം കിടക്കാനുള്ള സ്ഥലം. അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ, പുറത്ത് സംഭവങ്ങൾ നടക്കുകയാണ്. ബ്രിഗേഡ് ആയിരിക്കുന്ന മനുഷ്യൻ എനിക്ക് വേണ്ട റിലീസ് ലെറ്റർ ടൈപ്പ് ചെയ്ത് 8:30 ആയപ്പോൾ അണ്ടർഗ്രൗണ്ട് ജയിലിന്റെ റിസപ്ഷനിൽ ജയിൽ വാർഡന്മാരിരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് പറഞ്ഞു, സാമുവൽ ജേക്കബിനെ റിലീസ് ചെയ്യണം. ദൈവമക്കളെ, ദൈവത്തിന്റെ കരം ചലിക്കുന്നത് കണ്ടോ? ഞാൻ അവിടെ ആ ബ്ലാങ്കറ്റും മടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഉടൻ തന്നെ മൈക്കിനകത്തോട്ട് അനൗൺസ്മെന്റ് വന്നു, സാമുവൽ ജേക്കബ്, സാമുവൽ ജേക്കബ്, സാമുവൽ ജേക്കബ് എന്ന് 3 പ്രാവശ്യം പെട്ടെന്ന് വിളിച്ചു. ഞാൻ ചാടി എഴുന്നേറ്റു. എന്നെ വിളിക്കുന്നല്ലോ. ഞാൻ ചാടി എഴുന്നേറ്റ് ഓടി വന്ന് അവിടെ ജയിൽ വാർഡന്മാരുടെ ആ 3 ഡോർ ഉണ്ട്. ആ 3 ഡോർ കടന്നാണ് ഈ ജയിലിലേക്ക് കയറി വരുന്നത്. ആ ഡോറിന് മേളിൽ ഒരു ക്യാമറ ഇരിപ്പുണ്ട്. ആ ക്യാമറ ഞാൻ ഇങ്ങനെ കൈ കാണിച്ചു, ഞാനാണ് സാമുവൽ ജേക്കബ്. ഉടൻ തന്നെ വാർഡന്മാർ വന്നു, എന്നെ വിളിച്ചുകൊണ്ട് പോയി. ഞാൻ വിചാരിച്ചു എന്നെ ഏതോ ജയിലിൽ കൊണ്ടുപോവാം, വേറെ എവിടെ അങ്ങോട്ട് കൊണ്ടുപോവാം, എന്തോന്നും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല. ദൈവമക്കളെ, ഞാൻ ആ ജയിൽ വാർഡന്മാരുടെ റിസപ്ഷനിൽ വന്നപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്ത ഓഫീസറും എന്റെ ബ്രദറും നിൽക്കുന്നത് കണ്ടു. ഞാൻ ചോദിച്ചു, കർത്താവ്, ഇത് എന്തുവാ സംഭവിക്കുന്നത്? എന്നോട് അദ്ദേഹം പറഞ്ഞു, സൈൻ ചെയ്യാൻ പറഞ്ഞു. പേപ്പേഴ്സ് എല്ലാം സൈൻ ചെയ്തു. എന്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. ഡ്രസ്സ് ചേഞ്ച് ചെയ്തു. എന്റെ പേഴ്സും മൊബൈലും തിരിച്ചു തന്നു. ഈ ബ്രിഗേഡിയറായ മനുഷ്യൻ എന്റെ തോളത്ത് കൈവച്ചിട്ട് പറഞ്ഞു, സാമുവൽ, ഇത് നിനക്ക് പറ്റിയ സ്ഥലമല്ല, പൊയ്ക്കൊള്ളുക, പോയി കാര്യങ്ങൾ ക്രമീകരിക്കാം. ദൈവമക്കളെ, ഇത് അദ്ദേഹത്തിന്റെ കനിവല്ല, സകലത്തിന്റെ ഉടയവനാ ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം രാജാക്കന്മാരെ നിനക്ക് അനുകൂലമായി തീരിക്കും. ആരെന്തെല്ലാം അടച്ചാലും അത് ദൈവം തുറക്കും. നിയമങ്ങൾ എത്ര പ്രതികൂലമായാലും ദൈവം പുറത്തു കൊണ്ടുവരും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് ഞാൻ പറയുക, നിങ്ങൾ എത്ര പ്രതിസന്ധി മുന്നോട്ട് പോകട്ടെ, കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. അത്ഭുതങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. അത് ഞങ്ങളുടെ ജീവിതത്തിന്റെ അനുഭവമാണ്. കഷ്ടതയിലായത് ഗുണമായെന്ന് ദൈവവചനത്തിൽ എഴുതിയ കാര്യം മനസ്സിലായോ? ഇതിന്റെ അർത്ഥം നമുക്ക് ദൈവത്തെ രുചിച്ചറിയാൻ കഴിയും. പ്രതിസന്ധികൾ വരട്ടെ, പ്രശ്നങ്ങൾ വരട്ടെ, ഇതൊന്നും കണ്ട് നമ്മൾ പേടിക്കുകയില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയം ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. കടഭാരം മാറിയിട്ടില്ല. കടം ഭയങ്കരമായിട്ട് കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. ജയിലിൽ നിന്ന് പുറത്തു വന്നു. എന്റെ അനിയന്റെ പാസ്പോർട്ട് അകത്തിരിക്കുന്നത് പുറത്തു വന്നു. പക്ഷേ കടഭാരം മാറിയിട്ടില്ല. അങ്ങനെ പ്രതിസന്ധിക്കകത്ത് മുന്നോട്ട് പോകുമ്പോൾ ഇടിവെട്ടിയവന്റെ തലയെ പാമ്പ് കടിച്ചോ തേങ്ങ വീണെന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ പറഞ്ഞു കേട്ടിട്ടില്ലേ? എന്ന് പറയുന്ന പോലെ ഭയങ്കര സംഭവം ഞങ്ങളുടെ വീട്ടിലുണ്ടാകുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം ഞാൻ പുറത്തു പോയിട്ട് വീട്ടിലോട്ട് കയറി വന്നപ്പോൾ എന്റെ വൈഫിന്റെ മാതാവ് ഞങ്ങളുടെ കൂടെ ദുബൈയിലുണ്ട്. മാതാവിനോട് പറഞ്ഞു, മോനെ, റീനയുടെ തലയൊന്ന് തൊട്ട് നോക്കിക്കേ. ഞാൻ എന്നിട്ട് പെട്ടെന്ന് എന്റെ വൈഫിന്റെ തലയില് ഒന്ന് തൊട്ട് നോക്കിയപ്പോൾ ഒരു മുഴ ഇവിടെ, അടുത്ത മുഴ പുറയില്, 2 മുഴ പുറയില്, ഏകദേശം 5 മുഴ ഈ തലയിൽ. ഞാനിങ്ങനെ തൊട്ടു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, എന്തോ പ്രശ്നമുണ്ടല്ലോ. ഞാൻ എന്തുവാ ഇത്? അറിയത്തില്ല എന്ന് പറഞ്ഞു. മമ്മി അത് കണ്ടുപിടിച്ചാണ് പറഞ്ഞത്. ഞാൻ ഒന്നും മിണ്ടിയില്ല. എന്ത് വിഷയം ഉണ്ടെങ്കിലും മുറി അടച്ചകത്ത് കയറും. എന്റെ കർത്താവിനോട് ഞാൻ ചോദിക്കും, കർത്താവേ, എന്താ വിഷയം? എന്താ അപ്പച്ച ആ വിഷയം? ദൈവത്തോട് ചോദിക്കും. അങ്ങനെ ദൈവസനില് ഞാൻ ആ മുറി അടച്ചകത്ത് കയറി ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എന്താ കർത്താവേ, എന്റെ വൈഫിന് എന്താ അപ്പ, എന്റെ കൂടെ തക്ക തുണയായി എനിക്ക് നൽകി തന്നാണല്ലോ, എന്താ അപ്പ ചെയ്ത് ദൈവത്തോട് കരഞ്ഞു നിലവിളിച്ചപ്പോൾ ഒറ്റ വാക്യ കർത്താവ് പറഞ്ഞുള്ളൂ, നെവർ മൈൻഡ്, കാര്യമാക്കണ്ട. ഞാൻ എന്റെ മെസ്സേജിലെല്ലാം കോട്ട് ചെയ്യുന്ന ഒരു വിഷയം ഇത്. നിങ്ങൾ എവിടെ എന്റെ മെസ്സേജ് ഇട്ടു അവിടെ ഈ സംഭവം ഉണ്ടാവും. നെവർ മൈൻഡ്, കാര്യമാക്കണ്ട. ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ടിപ്പാ ഞാൻ ഈ പറഞ്ഞത്, വിജയ രഹസ്യമായി പറഞ്ഞത്. വിജയ രഹസ്യം, നെവർ മൈൻഡ്, കാര്യമാക്കരുത്. അത് നിങ്ങൾക്ക് പറഞ്ഞു വരുമ്പോൾ കാര്യം മനസ്സിലാവും. ഞാൻ എന്റെ വൈഫിനോട് ഇതേ കാര്യം ഞാൻ പറഞ്ഞു, നെവർ മൈൻഡ് റീന, നെവർ മൈൻഡ്, കാര്യമാക്കണ്ട, കർത്താവ് അത്ഭുതം ചെയ്യും. ദൈവമക്കളെ, ഇതെല്ലാം കേട്ടോണ്ട് മാതാവ് അവിടെ ഇരിപ്പുണ്ട്. മാതാവ് ഉടൻ തന്നെ പറഞ്ഞു, കാര്യമൊക്കെ ശരിയാണ്, നെവർ മൈൻഡും ഒക്കെ കാര്യം ശരിയാണ്, പക്ഷെ എന്ത് വിഷയം ഉണ്ടെങ്കിലും മോളെയും കൊണ്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകണം. ഞാൻ പറഞ്ഞു, മമ്മി കാര്യമാക്കണ്ട, അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല, അതൊക്കെ മാറിക്കോളും. ഇല്ല, ഒരു മോളെ എനിക്കുള്ളൂ,
മോളെ കൊണ്ട് ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോകണം. നിങ്ങൾക്കറിയാമല്ലോ അമ്മമാരുടെ വിഷമം എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ഉടൻ തന്നെ ആ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ഞാനും എൻ്റെ വൈഫും എൻ്റെ മാതാവുമായി ആ ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി. ദൈവമക്കളെ, അവിടെ അവര് ചെക്ക് ചെയ്തിട്ടൊക്കെ പറഞ്ഞു വലിയ കുഴപ്പമൊന്നുമില്ല, ഇത് കൊളസ്ട്രോൾ ഇതാണ്, ഇത് അത്ര വലിയ കാര്യമാക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ വളരെ നല്ല ഒരു ആൻസർ ആണ്. നല്ല ഡോക്ടർമാർ നല്ല രീതിയിലാണ് സംസാരിച്ചത്. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, രക്ഷപ്പെട്ടല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, കാണിച്ചതും കാര്യമായല്ലോ എന്ന് ചിന്തിച്ചു. പക്ഷേ ഇവരെ അങ്ങോട്ട് പറഞ്ഞിട്ട് ഡോക്ടർ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ദൈവമക്കളെ, അതെന്റെ മനസ്സിനകത്ത് ഇടുത്തി കയറുപോലെ കയറി. എന്ന് പറഞ്ഞാൽ എൻ്റെ വൈഫിനോടും അമ്മയോടും പറയാത്ത ഒരു കാര്യം ഡോക്ടർ എന്നോട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇത്രേ പറഞ്ഞുള്ളൂ, ഈ മുഴ ഇനിയും വളരുന്നുണ്ടെങ്കിൽ പ്രശ്നമാ, വളരുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഇതങ്ങ് താന്നു പൊയ്ക്കോളും. വളരുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ ജീവൻ പോലും നഷ്ടപ്പെടുന്ന പ്രശ്നമാണത്. ദൈവമക്കളെ, ആരോടും ഒന്നും പറഞ്ഞില്ല. ഞാനൊരു ദൈവത്തോട് പറഞ്ഞു, കർത്താവേ അവിടുന്ന് നോക്കിക്കോളെ എന്ന് പറഞ്ഞു. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ തല മൂടി വെക്കാൻ വയ്യാത്ത അവസ്ഥയിൽ ഈ ഓരോ മുഴകളും വളർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി സംഭവം പ്രശ്നമാവുകയാണ്, സംഭവം പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. കർത്താവ് എന്താ പറഞ്ഞത്? നെവർ മൈൻഡ്, കാര്യമാക്കണ്ട എന്ന് പറയുമ്പോൾ ഡോക്ടർമാർ പറയുന്നു കാര്യമാക്കണം, ഇത് കാര്യമാക്കിയില്ല പ്രശ്നമാ. രോഗം പറയുന്നു കാര്യമാക്കണം, കൂട്ടുകാർ പറയുന്നു കാര്യമാക്കണം, അനേര് പറയുന്നു അയ്യോ ഇത് കാര്യമാക്കണം, കൊണ്ട് കാണിച്ചില്ലേ പ്രശ്നം മോളെ, ഇനിയെങ്കിലും കൊണ്ട് കാണിക്ക്, എന്തൊക്കെ പലരും പറയാറില്ലേ. ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, ഈ ലോകം നിന്നോട് കാര്യമാക്കാൻ പറയുന്നെങ്കിൽ ദൈവാത്മാവ് പറയുന്നു കാര്യമാക്കണ്ട, ആ പ്രശ്നത്തെ കർത്താവ് ബ്രേക്ക് ചെയ്ത് കളയും. പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയ രഹസ്യം ഞാൻ പറയുന്നത്, ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നോക്കിക്കോ, ദൈവവചനത്തിന്റെ അടിസ്ഥാനമായത് ദൈവദാസന്മാർ കാര്യമാക്കിയില്ല. അവര് പ്രതിസന്ധികളെ കാര്യമാക്കിയില്ല. നോക്കിക്കോ, ദാനിയേല് മുന്നിൽ രേഖ എഴുതി വെച്ചിരിക്കുന്നു, സിംഹം വിശപ്പോൾ സിംഹത്തിനൊന്നും ഇട്ടുകൊടുക്കാതെ പട്ടിണിക്കിട്ടിരിക്കുക, ദൈവദാസനെ ഇട്ടുകൊടുക്കാൻ ആ രേഖ എഴുതി വെച്ചിരിക്കുന്നു. ആരുടെ രേഖ? ആ രാജ്യം ഭരിക്കുന്ന വ്യക്തിയുടെ രേഖ മുന്നിയിരിക്കുന്നു. ദാനിയേൽ കാര്യമാക്കിയോ? ഇല്ല, ദാനിയേൽ കാര്യമാക്കിയില്ല. അതിന്റെ റിസൾട്ട് എന്താണെന്നറിയാമോ? ദൈവം ഇറങ്ങി വന്ന് സിംഹത്തിന്റെ വായടച്ചു കളഞ്ഞു. ദൈവം പുറത്തു കൊണ്ടുവന്നു. ചന്ദ്രക്കമേശ് നോക്കിക്ക്, 1 മടങ്ങ് തീ കൂട്ടി. അവര് കാര്യമാക്കിയില്ല. വീണ്ടും പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞു വന്നില്ലെങ്കിൽ ഞങ്ങൾ 7 മടങ്ങ് കൂട്ടും. കൂട്ടിക്കോ, ഒരു പ്രശ്നമില്ല. അവര് കാര്യമാക്കിയില്ല. എന്ത് സംഭവിച്ചു? തീയുടെ ബലത്തെ ദൈവം കെടുത്തി കളഞ്ഞു. തീർന്നില്ല, പുതിയ നിയമത്തിലേക്ക് വരാം. പൗലോസിനെ നോക്കിക്കേ, എന്തെല്ലാം പ്രശ്നം ജീവിതത്തിൽ ആഞ്ഞടിച്ചു. കൊല്ലുവെന്ന് പറഞ്ഞു, വെട്ടുവെന്ന് പറഞ്ഞു, കയ്യൊക്കെ ഇട്ടു, നീ അങ്ങോട്ട് പോയാൽ നിന്നെ കൊല്ലുവെന്ന് പറഞ്ഞു, പാമ്പ് കയ്യെ കടിച്ചു, കപ്പക്ഷേതം തകർന്നു. ഇതൊന്നും പൗലോസ് കാര്യമാക്കിയില്ല. ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ എല്ലാം ഇറങ്ങി വന്നു. ദൈവമക്കളെ, നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ വിജയ രഹസ്യമോ? പ്രശ്നങ്ങളെ കണ്ട് ഭയപ്പെടുന്നുണ്ടോ? നിന്നെ പിടിമുറക്കും, നിന്റെ മേലെ അത് വ്യാപിക്കും, നിന്നെ പെട്ടിയിലാക്കും. പ്രൈസ് ദി ലോർഡ്. പലരും മരണത്തെ വലിച്ചു മേടിക്കുക. നിന്റെ നാവിന്മേൽ അധികാരമുണ്ട്. നിന്റെ നാവിൽ ജീവനും മരണമുണ്ട്, മറന്നു പോകരുത്. നിന്റെ നാവിനകത്ത് ജീവനും മരണമുണ്ട്, മറന്നു പോകരുത്. നീ എന്നെ കൊണ്ട് ഇത് പോകത്തുള്ളൂ എന്ന് നീ ദിവസവും പറയുന്നുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് പോകും. ഒരിക്കലും അങ്ങനെ പറയരുത്. നിന്റെ നാവിൽ അധികാരമുണ്ട്. എന്തു പറയണം? എന്റെ ദൈവം നിശ്ചയിച്ച ആയുസ് വരെ ഞാൻ ജീവിക്കും. ഇത് വാ കൊണ്ട് പ്രഖ്യാപിക്കണം. ഞാൻ എൻ്റെ വൈഫിനോട് ഒന്നും മിണ്ടിയില്ല. മുറിക്കകത്ത് ഒരു കഥ അടച്ചു. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ എനിക്ക് തന്ന തുണയാണപ്പ, എന്താപ്പ ഇത്? എന്താ ദൈവത്തോട് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് കർത്താവ് സംസാരിച്ച് 139 സങ്കീർത്തനം 16 വാക്യമാണ്. ഞാൻ വായിക്കുന്നില്ല. ഒന്നുമില്ലാതിരുന്നപ്പോൾ, പിന്നാകാരമായിരുന്നപ്പോൾ എൻ്റെ പുസ്തകത്തിൽ നിന്നെ കുറിച്ച് ഞാൻ എഴുതി വെച്ചിരിക്കുന്നു. നമ്മളൊന്നുമില്ലാതിരുന്നപ്പോൾ, നമ്മൾ എവിടെ ജനിക്കുമെന്ന് പോലും അറിയാതിരുന്നപ്പോൾ ദൈവം നമ്മളെ കുറിച്ച് തന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുക. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? നമ്മൾ ആര് ജനിക്കും, ആരെ കല്യാണം കഴിക്കും, എത്ര മക്കളുണ്ടാവും, എന്തോ ചെയ്യും, എന്നുവരെ ജീവിക്കും, എങ്ങനെ മരിക്കും, ഇതെല്ലാം തമ്പുരാൻ എഴുതി വെച്ചിരിക്കുക. എവിടാ? തമ്പുരാന്റെ ബുക്കിൽ എഴുതി വെച്ചിട്ട് തമ്പുരാന്റെ ലോക്കറിൽ വെച്ചിരിക്കുക. SBIയുടെ ലോക്കറിലല്ല, ഫെഡറൽ ബാങ്കിന്റെ ലോക്കറിലല്ല, തമ്പുരാന്റെ ലോക്കറിൽ നമ്മുടെ കംപ്ലീറ്റ് ഡേറ്റായും എഴുതി വെച്ചിരിക്കുക. അത് അവിടെ നിന്ന് എടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് അവിടെ നിന്ന് എടുത്തിട്ട് എൻ്റെ വൈഫിനന്ന് 35 വയസ്സാ എന്ന് പറഞ്ഞാൽ ദൈവം നിശ്ചയിച്ച ആയുസ് വെട്ടിക്കളഞ്ഞിട്ട് 35ാമത്തെ വയസ്സിൽ എൻ്റെ ഭാര്യയെ
പെട്ടിയിലാക്കാൻ പറ്റുന്ന ഒരു ശക്തിയില്ല എന്ന് ദൈവാനോട് പറഞ്ഞു. നീ വിളിച്ചു പറ, നിന്റെ വൈഫിനോട് പറ, വിളിച്ചു പറ, എന്നെ പെട്ടിയിലാക്കാൻ നിനക്ക് കഴിയത്തില്ല രോഗമേ, ദൈവം നിശ്ചയിച്ച ആയുസ് വരെ ഞാൻ ജീവിക്കും. ഇതാരാണ് ദൈവവാക്യത്തിന്റെ പ്രഖ്യാപനം? പ്രശ്നങ്ങളെ കാര്യമാക്കുന്നില്ലേ? നിന്റെ നാവ് കൊണ്ട് പറഞ്ഞാൽ മല മാറിപ്പോകും, നീ പറഞ്ഞാൽ കാട്ടത്തി മാറിപ്പോകും എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായോ? നീ വിശ്വസിച്ച് മനസ്സിൽ കൂട്ടിക്കൊണ്ടിരുന്നാ പോരാ, വിശ്വസിക്കുന്ന കാര്യം പ്രഖ്യാപിക്കണം, വിശ്വസിക്കുന്ന കാര്യം പറയണം. എന്റെ വൈഫ് വിശ്വസിച്ചു, പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാമോ? എന്റെ ദൈവം നിശ്ചയിച്ച ആയുസ് വരെ ഞാൻ ജീവിക്കും, ഒരു രോഗബന്ധനത്തിനും എന്റെ മേൽ അധികാരമില്ല. ഈ പ്രഖ്യാപനം അന്ധകാര മണ്ഡലങ്ങളെ ചലിപ്പിച്ചു. രോഗബന്ധനങ്ങൾ പൊട്ടിത്തകരാൻ തുടങ്ങി. ദൈവമക്കളെ, രാവിലെ സൺഡേ സ്കൂൾ പോകാം, പല്ല് തേച്ചോണ്ടിരിക്കുക, ബാത്റൂമിൽ കയറി പല്ല് തേച്ചോണ്ടിരിക്കുക, മുടിയൊക്കെ ചീവിക്കെട്ടിയപ്പോൾ ഈ മുഴയെല്ലാം ഇങ്ങനെ മുഴച്ച് നിപ്പോണ്ട് കേട്ടോ. പല്ല് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഹല്ലേലൂയ ഒരു ഭയങ്കര ശബ്ദം, ഞാൻ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു, എനിക്ക് വഴി കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്നുള്ള ഒരു ഭയങ്കര ശബ്ദം കേട്ട് ഞെട്ടിപ്പോയി. ആ ശരീരത്തേക്ക് ദൈവസ്ഥാനത്തെ വ്യാപരിച്ചു. ഓൺ ദ സ്പോട്ടിൽ ഈ തലയിലെ മുഴകൾ കരിഞ്ഞുപോയി. എന്റെ വൈഫിനെ നിങ്ങൾ ഇനി കാണുമ്പോൾ തലയിൽ തപ്പി നോക്കണം. മേളിലുണ്ടായിരുന്ന മുഴയെല്ലാം അവിടെ നിൽപ്പുണ്ട്, പക്ഷെ അകത്തുണ്ടായിരുന്ന മുഴുവൻ കരിഞ്ഞുപോയി. ഓൺ ദ സ്പോട്ടിൽ ദൈവം കരിച്ചു കളഞ്ഞു. എങ്ങനെ കരിച്ചു? ആരെങ്കിലും ദൈവദാസന്മാർ തലേ കൈവച്ചോ? ഇല്ല. എവിടെങ്കിലും പ്രാർത്ഥിക്കാൻ പോയോ? ഇല്ല. പ്രഖ്യാപിക്കുക, വിശ്വസിക്കുന്ന നീ പ്രഖ്യാപിക്കുക, നീ ഭയപ്പെടാതെ പ്രഖ്യാപിക്കുക. നീ കാര്യങ്ങളെ കാര്യമാക്കരുത്, പ്രശ്നങ്ങളെ കാര്യമാക്കാതെ പ്രഖ്യാപിക്കുക. നിന്റെ തലമുറയെ കുറിച്ച് ചിലപ്പോൾ ആൾക്കാർ പറയുന്നുണ്ടായിരിക്കാം, ഓ അവരുടെ കുടുംബം അങ്ങനാ, അവന്റെ അപ്പൻ അങ്ങനായിരുന്നു, എന്റെ വല്യപ്പൻ അങ്ങനായിരുന്നു, അവനും അങ്ങനാണെന്ന് പലരും പറയുന്നുണ്ടായിരിക്കാം. ദൈവാത്മാ ഞാൻ വിളിച്ചു പറയുക, നീ പറ, എന്റെ തലമുറ അങ്ങനല്ല, എന്റെ തലമുറ ദൈവം തന്നതാ, നിന്നെ തൊടാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല എന്ന് പറയണം. നിന്റെ ഭാര്യ കിടപ്പിലാണോ? പറ, എന്റെ ഭാര്യ കിടക്കാനുള്ളതല്ല, എഴുന്നേറ്റ് ഓടുമെന്ന് പറ. ദൈവദാസന്മാരുടെ ഭാര്യമാര് പലയിടത്തും കിടപ്പില്ല. ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, പ്രഖ്യാപിക്ക്, എന്റെ ഭാര്യ എന്റെ കൂടെ ഓടും, എന്റെ കൂടെ കർത്താവിനോട് നിൽക്കും. വിളിച്ചു പ്രഖ്യാപിക്ക്. ഈ ദിവസങ്ങളിൽ പേടിച്ച് പുറമോട്ട് പോകരുത്. പ്രൈസ് ഗോഡ്. അങ്ങനെ ഈ ദൈവത്തെ ഓരോ നിമിഷവും രുചിച്ചറിയാൻ കർത്താവ് ഇടയാക്കി. ദൈവമക്കളെ, അങ്ങനെ ഭീമമായ കടബാധ്യത ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സമയം, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഞങ്ങളെ കണ്ടിട്ടില്ലാത്ത അറിയാത്ത ഒരു മനുഷ്യൻ ഞങ്ങളെ വിളിച്ചു. ആരാന്നറിയത്തില്ല, ജീവിതത്തിൽ ആദ്യമായിട്ട് വിളിക്കുകയാണ്. ഒരു അമേരിക്കക്കാരൻ, ഒരു മനുഷ്യൻ, ഒരു ബിസിനസ്സുകാരൻ. ആദ്യമായിട്ടൊരു കോളാണ്, ഫസ്റ്റ് കോൾ. നിങ്ങളുടെ കമ്പനി വിൽക്കാനാണ്. ഞാൻ പറഞ്ഞു, സാറേ എന്റെ കമ്പനി എല്ലാം തകർന്നു പോയി, എന്റെ കമ്പനിയൊക്കെ ബ്ലാക്ക് ലിസ്റ്റ് ആണ്, എല്ലാം വിറ്റുകൊണ്ടിരിക്കുക, വണ്ടിയെല്ലാം വിറ്റുപോയി, ഒന്നുമില്ല, ബ്ലാക്ക് ലിസ്റ്റ്, ലൈസൻസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ദൈവമക്കളെ, ഞാൻ ചുരുക്കി പറയട്ടെ, അദ്ദേഹം ഞങ്ങളുടെ കമ്പനി മുഴുവൻ ബാധ്യത ഉൾപ്പെടെ മേടിച്ചു. ആ അമേരിക്കക്കാരനായ മനുഷ്യൻ ഞങ്ങളുടെ കമ്പനി മുഴുവൻ ബാധ്യതകൾ ഉൾപ്പെടെ ആ കമ്പനി അദ്ദേഹം വിലയ്ക്ക് വാങ്ങി. ഞങ്ങൾ അതിൽ നിന്ന് ഫ്രീ ആയി. 2014 ഞങ്ങൾ അതിൽ നിന്ന് പുറത്ത് കർത്താവ് കൊണ്ടുവന്നു. ദൈവം ഒരു കാര്യം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആർക്കും തടയാൻ പറ്റത്തില്ല. കോടീശ്വരനായ മനുഷ്യനെ കൊണ്ടുവന്ന് ഞങ്ങളുടെ മുഴുവൻ ബാധ്യതയും ഏറ്റെടുത്ത് ആ മനുഷ്യനെ കർത്താവ് കൊണ്ടുവന്ന് ഞങ്ങളുടെ കടഭാരങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നു. അങ്ങനെ പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും സംസാരിച്ചു. എന്നോട് ചോദിച്ചു, മകനെ, ഇനിയെങ്കിലും സ്റ്റെപ്പ് വെക്കാമോ, ഇനിയെങ്കിലും സ്റ്റെപ്പ് വെക്കാമോ? ഞാൻ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യാൻ കർത്താവേ, ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ചെയ്യാൻ കർത്താവേ, ഞങ്ങൾ നാട്ടിൽ പോയി എന്ത് ചെയ്യും കർത്താവേ? വീണ്ടും ദൈവത്തോട് ചെറിയൊരു പിടിവലി, പിന്മാറ്റത്തിലല്ല, ദൈവത്തോട് പറ്റിയിരിക്കുകയാണ്. അപ്പച്ചൻ പറഞ്ഞാൽ എന്നും കേൾക്കും, പക്ഷെ നാട്ടിലോട്ട് പോയിട്ട് എന്തോ ചെയ്യുന്നുള്ള ചിന്തയാ ദൈവമക്കളെ. നാട്ടിൽ പോയി കുഞ്ഞുങ്ങളെ കൊണ്ട് എങ്ങനെ ഞങ്ങൾ ജീവിക്കും? ഞങ്ങളുടെ സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ടു. നാട്ടിലെ ഞങ്ങളുടെ വീട് മാത്രമേ ഉള്ളൂ, മുഴുവൻ പോയി, മുഴുവൻ സമ്പാദ്യം അടിച്ച് ദൈവം തകർത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഒരു ബിസിനസ്സിലേക്ക് വീണ്ടും സ്റ്റെപ്പ് വെക്കാനുള്ള ചിന്തയൊക്കെ മനസ്സിൽ വന്നു. ആ ഇംഗ്ലീഷുകാരൻ തന്ന, ആ മനുഷ്യൻ തന്ന അല്പ പൈസ ഉണ്ടായിരുന്നു, അത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്ത് വീണ്ടും ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് വീണ്ടും തിരിഞ്ഞു. മറ്റൊന്നുമല്ല, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോകാൻ സൗകര്യം ബിസിനസ്സാ, ജോലി ചെയ്താൽ പറ്റത്തില്ല, ജോലി ചെയ്താൽ ലീവൊന്നും കിട്ടത്തില്ല എന്നുള്ള ചിന്തയിൽ അങ്ങനെ ആ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് വീണ്ടും ഒരു ബിസിനസ് ആരംഭിച്ചു. ഷിപ്പിംഗ് തന്നെയാണ്. ദൈവമക്കളെ, 6-7 മാസമേ ഓടിയുള്ളൂ. ആ ബിസിനസ് മുന്നോട്ട് പോയില്ല. കയ്യിലുണ്ടായിരുന്ന മുഴുവൻ കാശും പോയി. വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു.
5 പൈസ പോലും കയ്യിലില്ലാത്ത അവസ്ഥയായി. ദൈവമക്കളെ, അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി നമുക്ക് ബിസിനസ് ഒന്നും വേണ്ട, നമുക്കൊരു ജോലി ചെയ്ത് ജീവിക്കാം, കർത്താവിന്റെ വേലയും ചെയ്യാമല്ലോ. അങ്ങനെയാണ് ശരി. രണ്ടുപേരും ജോലി ചെയ്യാൻ തീരുമാനിച്ചു. രണ്ടുപേരും ആപ്ലിക്കേഷൻ കൊടുത്തു. എൻ്റെ വൈഫ് ആപ്ലിക്കേഷൻ HP കമ്പ്യൂട്ടേഴ്സിലാണ്. ആപ്ലിക്കേഷൻ ഉടൻ തന്നെ വൈഫിന് ജോലിയായി. ഞാൻ വേറൊരു ലോജിസ്റ്റിക് കമ്പനിയിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് ജോലിക്ക് കയറാൻ വേണ്ടി അങ്ങനെ രണ്ടുപേരും ജോലി റെഡിയായി. ജോലിക്ക് ജോയിൻ ചെയ്തില്ല, ജോയിൻ ചെയ്യാൻ പോവാണ്. അങ്ങനെ 2016 ജനുവരി മാസം 19-ാം തീയതി എൻ്റെ വൈഫ് ജോലിക്ക് ജോയിൻ ചെയ്തു. ഞാൻ 21-ാം തീയതി ജോയിൻ ചെയ്യും. അങ്ങനെ പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അത് അങ്ങനെ ഇരിക്കുന്ന സമയം പെട്ടെന്ന് ഞാൻ എൻ്റെ വൈഫിന്റെ ജോലി സ്ഥലത്ത് പോയിട്ട് മടങ്ങി വരുമ്പോൾ മർദുബൈ എന്ന് പറയുന്ന സ്ഥലത്ത് റമദ ഹോട്ടലിന് മുമ്പിൽ വണ്ടി ഇങ്ങനെ ഫുട്പാത്തിൽ കൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഇയർ ബാലൻസ് നഷ്ടപ്പെട്ടു. ഞാൻ അവിടെ ഫുട്പാത്തിൽ വീഴുകയാണ്. ദൈവമക്കളെ, ആ വീഴ്ചയിൽ എൻ്റെ വലത് കാല് രണ്ടായിട്ട് ഒടിഞ്ഞുപോയി. എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലേക്ക് ഞാൻ മാറ്റപ്പെട്ടു. ആ ഫുട്പാത്തിൽ, ആ റോഡിൽ നിന്ന് എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല. എൻ്റെ കാല് രണ്ടായിട്ട് ഒടിഞ്ഞു തിരിഞ്ഞുപോയി. എങ്ങനെ സംഭവിച്ചതൊന്നും എനിക്കറിയത്തില്ല. ഒരു വണ്ടി എന്നെ ഇടിച്ചിട്ടില്ല, ഒരു കുഴി ഞാൻ വീണിട്ടില്ല. ഇയർ ബാലൻസ് നഷ്ടപ്പെട്ടു, ഞാൻ താഴെ വീണു. ഇത്ര എനിക്ക് ഓർമ്മയുള്ളൂ. എന്നെ കുറെ ആൾക്കാർ ഹെൽപ്പ് ചെയ്ത ഫുട്പാത്തിൽ കൊണ്ടുവന്ന് കിടത്തി. ഞാൻ അവിടെ കിടന്ന്, അവർ പേടിച്ചോടിപ്പോയി. അവരുടെ വിചാരം അവർക്ക് വല്ല പോലീസ് കേസ് വരുന്നത് പേടിച്ചിട്ടായിരിക്കാം. പെട്ടെന്ന് ഞാൻ എൻ്റെ മൊബൈൽ പോക്കറ്റിൽ എടുത്തു. ഞാൻ അവിടെ ഫുട്പാത്തിൽ കിടക്കുകയാണ്. ഞാൻ 999 വിളിച്ചു. പോലീസ്, ആംബുലൻസ് ഉടൻ തന്നെ 2 മിനിറ്റ് കൊണ്ട് എത്തി. പെട്ടെന്ന് അവരെന്നെ പൊക്കിയെടുത്ത് അവർ റാഷിദ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ഹോസ്പിറ്റലിൽ ചെന്നു. പോലീസുകാരും ആംബുലൻസ് ഡോക്ടേഴ്സും എല്ലാം ഉണ്ട്. അവരെന്നെ പെട്ടെന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ വലത് കാല് ഒടിഞ്ഞു തിരിഞ്ഞുപോയി. എന്താ കാരണം എന്നൊന്നും അറിയത്തില്ല. ഉടൻ തന്നെ ഓപ്പറേഷൻ സീറ്റിലേക്ക് എത്തി. 4 മണിക്കൂറിന്റെ ഓപ്പറേഷൻ. 2 സൈഡിലും ടൈറ്റാനിയം പ്ലേറ്റ്, 14 സ്ക്രൂ ഒരു സൈഡിൽ, 14 സ്ക്രൂ മറ്റേ സൈഡില് ഡ്രില്ല് ചെയ്ത് ഫിറ്റ് ചെയ്തു. ഇഞ്ചസ് ഇട്ടെ കാല് ഫിറ്റ്, ഇഞ്ചസ് ആണ്, 4 ഇഞ്ചസ് ഇട്ട് ഫിറ്റ് ചെയ്തു. ദൈവമക്കളെ, 3 മാസം ഒറ്റ കിടപ്പ്. ഹല്ലേലൂയ. അന്ന് ആ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് റൂമിലേക്ക് മാറ്റി. രാത്രിയിൽ ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ ആരുമില്ല, ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചു, കർത്താവേ, എന്താ അപ്പച്ച എനിക്ക് പറ്റിയത്, എന്താ ഈ സംഭവിച്ചത് എന്നിങ്ങനെ ദൈവത്തോട് ചോദിച്ചപ്പോൾ എന്റെ കർത്താവ് പറഞ്ഞു, നിന്നെ ഞാനാ ഒന്ന് തൊട്ടത്. എനിക്ക് നിന്നെ എന്റെ പദ്ധതിയിലേക്ക് തിരിക്കണം. നീ ഓടി ഓടി പൊയ്ക്കൊണ്ടിരിക്കുക. നീ വേറെ ബിസിനസ് തുടങ്ങി, നീ ജോലിക്ക് കയറി, ഇങ്ങനെ മുന്നോട്ട് പോകുക. എനിക്ക് നിന്നെ ഇറക്കിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാനാ നിന്നെ തൊട്ടത്. എനിക്ക് മാത്രമേ നിന്നെ സൗഖ്യമാക്കാൻ കഴിയത്തുള്ളൂ. ദൈവമക്കളെ, എന്നെ അവിടുത്തെ ഏറ്റവും നല്ല ഡോക്ടറാണ് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും നല്ല ഡോക്ടർ, നല്ല ഫിക്സിംഗ് ആണ്. പക്ഷേ 3 മാസം കഴിഞ്ഞിട്ട് എൻ്റെ കാല് ജോയിന്റ് ആയില്ല. എൻ്റെ കാലിന് സ്പർശന ശക്തി ഇല്ലാതായി. എൻ്റെ കാല് നിലത്ത് കുത്താൻ കഴിയുന്നില്ല. കാലിന് ഭയങ്കര വേദനയായി, സഹിക്കാൻ വയ്യാത്ത നീര്, വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. ഡോക്ടർമാർ അവസാനം കൈയൊഴിഞ്ഞ അവസ്ഥയായി. ദൈവമക്കളെ, ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, നിലവിളിച്ച് കരയാണ്. അന്ന് രാത്രി വൈഫും കുഞ്ഞുങ്ങളും ആരാധനയ്ക്ക് കടന്നുപോയി. ഞാൻ ഒറ്റയ്ക്ക് മുറിയില്ല. മമ്മി അവിടെ ഉണ്ട്. മമ്മി അവിടെ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ആ ഒറ്റയ്ക്ക് ആ മുറിയിൽ കിടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ദൈവത്തോട് നിലവിളിച്ച് കരയാണ്, കർത്താവേ, എനിക്ക് നടക്കണം കർത്താവേ. എന്താ അപ്പച്ച ഇങ്ങനെ? ഞാൻ ഇങ്ങനെ വീൽ ചെയറിൽ ഇരുന്നാ മതിയോ? എന്റെ ജീവിതം വീൽ ചെയറിലേക്ക് പോയല്ലോ അപ്പാ. ഞാൻ ഇങ്ങനെ ഇരുന്നാ മതിയോ? നിലവിളിച്ച് കരഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് രാത്രി എന്നോട് സംസാരിച്ചു, മോനെ കരയണ്ട. വീണ്ടും കർത്താവ് പറയുന്നു, കരയണ്ട. നിനക്ക് നടക്കണോ? ഞാൻ നിന്നെ നടത്തും. ഞാൻ പറഞ്ഞു, എനിക്ക് നടക്കണം കർത്താവേ, നടക്കണോ? എന്റെ വചനമെടുത്ത്, ദൈവത്തിന്റെ വചനമെടുത്ത് ഞാൻ പറയുന്ന സ്ഥലത്തെത്തണം. ഞാൻ നിന്നെ നടത്തും. മുൻപും പിൻപും അടച്ച ദൈവത്തിന്റെ കരം ഭാരമായി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അങ്ങനെ ദൈവം എന്നെ വീൽ ചെയറിൽ ഇരുത്തിയിട്ട് പറഞ്ഞു, എന്റെ വചനമെടുത്ത് ഞാൻ പറയുന്ന സ്ഥലം എവിടെയാ? ചെന്നിത്തലയിലെത്തണം. അവിടെ വെച്ച് ഞാൻ നിന്നോട് സംസാരിക്കും. ബാക്കി കാര്യങ്ങൾ ഞാൻ നിന്നെ എഴുന്നേൽപ്പിച്ച് നടത്തും. ദൈവമക്കളെ, വൈഫും കുഞ്ഞുങ്ങളും ആരാധന കഴിഞ്ഞ് വീട്ടിൽ വന്നു. തീരുമാനമെടുക്കുക. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കോണം. ഞാൻ പറഞ്ഞു, നമുക്കിനി പോകാം, നമുക്കിനിയും വേണ്ട, നമുക്കിനിയും പൂർണ്ണ സമയം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുക എന്ന് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞിട്ട് ഒരു വാക്ക് പറഞ്ഞു, ഞാൻ എന്റെ കോളിംഗ് ആയി പറഞ്ഞത്, നിന്റെ കോളിംഗ് അല്ല. എപ്പോഴും ഓർത്തോണം, കുടുംബ ജീവിതത്തിൽ പ്രശ്നമുണ്ടാകും, ശുശ്രൂഷയിൽ പ്രശ്നമുണ്ടാകുന്ന കാര്യം എന്നറിയാമോ? ആത്മാവിന്റെ നിയോഗം രണ്ടുപേരിലും ഒരേപോലെ വ്യാപരിച്ചില്ലെങ്കിൽ പ്രശ്നമാ കേട്ടോ. കർത്താവിന്റെ ദാസന് നിയോഗം ലഭിച്ചു, ഭാര്യയ്ക്ക് നിയോഗം ലഭിച്ചിട്ടെങ്കിൽ അന്ന് മുതൽ പ്രശ്നമായിരിക്കും കേട്ടോ. അന്ന് മുതൽ സഭയെ പ്രശ്നമായിരിക്കും, ദേശത്ത് പ്രശ്നമായിരിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ ഇറങ്ങുന്നതുകൊണ്ട് എന്റെ മോൾ ഇറങ്ങണ്ട.
നീ ഒരു കാര്യം ചെയ്ത് ദൈവത്തോട് പ്രാർത്ഥിച്ച് തീരുമാനമെടുത്തോ, എന്നിട്ടും അത് ജോലി രാജിവെക്കുന്നത്. അല്ലെങ്കിൽ നിനക്ക് ദുബൈയിൽ ജീവിക്കാൻ കുഞ്ഞുങ്ങളുമായി ഞാൻ പോയി വചനം പഠിച്ചോളാം. ദൈവമക്കളെ, അന്ന് രാത്രി എന്റെ വൈഫിനോട് ഞാൻ പറഞ്ഞു, അവൾ രാത്രി മുഴുവൻ ദൈവത്തോട് കരഞ്ഞു നിലവിളിച്ചു. എന്നോടൊരു വാക്ക് പോലും മിണ്ടിയില്ല. മിണ്ടാതെ രാവിലെ പോയി എന്താണെന്നറിയാമോ, റെസിഗ്നേഷൻ എഴുതിക്കൊണ്ട് പോയി. ദൈവമക്കളെ, നല്ല പോസ്റ്റ് ഇരിക്കുന്ന ജോലിയാണ്. രാവിലെ ചെന്നപ്പോൾ റിസപ്ഷനിസ്റ്റ് സ്ത്രീ പറഞ്ഞു, സഹോദരി പറഞ്ഞു, മാഡം MD കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ MDയുടെ റൂമിലേക്ക് ചെന്നപ്പോൾ MD പറയാണ്, റീന കൺഗ്രാജുലേഷൻ, എന്താ നിനക്ക് പ്രൊമോഷനാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോഷൻ ലെറ്റർ റെഡിയാക്കിയിരിക്കുക വൈഫിന് പുതിയ ജോലിയിലേക്ക്. ദൈവമക്കളെ, അവള് പറഞ്ഞു, സാർ എനിക്ക് പുതിയ ജോലി കിട്ടി. എവിടെയാണ്? ഹെവൻലി വർക്ക്. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ പോവുകയാണ്. റെസിഗ്നേഷൻ ഇതാ. അദ്ദേഹം വളരെ പ്രയാസപ്പെട്ടു. നീ വിഡ്ഢിത്തമാ കാണിക്കുന്നത്? ഇല്ല, ഞാൻ ഏറ്റവും നല്ലത് സെലക്ട് ചെയ്തു, പോവുകയാണ്. തീരുമാനമെടുത്തു, തീരുമാനം ഉറപ്പിച്ചു. ഒരുമിച്ച് കുഞ്ഞുങ്ങളുടെ വിസ മേടിച്ച്, കുഞ്ഞുങ്ങളുടെ TC മേടിച്ചു, വിസ എല്ലാം ക്യാൻസൽ ചെയ്തു, എല്ലാ കാര്യം റെഡിയാക്കി. 6 ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ എന്റെ ഓപ്പറേഷൻ ചെയ്തതിന്റെ പൈസ ഉൾപ്പെടെ കംപ്ലീറ്റ് കാര്യങ്ങളും ദൈവം സെറ്റിൽ ചെയ്ത് ഞങ്ങൾക്ക് എല്ലാ കാര്യം ക്രമീകരിച്ച് 6 ദിവസം കൊണ്ട് പാക്കപ്പ് ചെയ്തു. ഞങ്ങളുടെ കാർഗോ പോലും വിട്ടത് ഞങ്ങളല്ല, ഞങ്ങളെ സ്നേഹിക്കുന്ന ഭോപ്പാലിൽ ഒരു മർത്തോമ ഫാമിലി ഉണ്ട്, ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല, അലക്സ് കുടുംബം. അവരാണ് ഞങ്ങളുടെ കാർഗോ നാട്ടിൽ അയച്ചത്. പ്രൈസ് ദി ലോർഡ്. ദൈവം കംപ്ലീറ്റ് കാര്യങ്ങളും ഫിക്സ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് കംപ്ലീറ്റ് റെഡിയാക്കി. ഏപ്രിൽ മാസം 2016 ഏപ്രിൽ മാസം 26-ാം തീയതി ദുബായ് പട്ടണത്തോട് ബൈ പറഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് വന്നു. ഞാൻ ഇരിക്കുന്നത് വീൽ ചെയറിലാണ്, നടക്കാൻ കഴിയത്തില്ല. ഓടി നടന്ന മനുഷ്യൻ, ഹല്ലേലൂയ, ഓടി നടന്ന് ബിസിനസ് ചെയ്തവൻ വീൽ ചെയറിൽ. ദൈവമക്കളെ, എഴുന്നേറ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ, ഒന്ന് എഴുന്നേറ്റ് മാറണമെന്നുണ്ടെങ്കിൽ പറ്റത്തില്ല. ആ ഒരു ഇരിപ്പായിരുന്നു. നാട്ടിൽ വന്നപ്പോൾ കാലൊക്കെ ഇത്രയും വലിപ്പമായി. ഹല്ലേലൂയ. നാട്ടില് 3 മണിക്കൂർ 4 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം ചെന്നിത്തല എത്താൻ വേണ്ടി, തിരുവനന്തപുരത്തു നിന്ന്. അങ്ങനെ നാട്ടിൽ വന്നപ്പോൾ, വീട്ടിൽ വന്നപ്പോൾ കാലൊക്കെ ഇത്രയും വലിപ്പമായി, 2 കാലിന്റെ വലിപ്പമായി, നീര് വെച്ചിട്ട്. ഞാൻ എന്റെ മുറിക്കകത്ത് കയറിയിട്ട് ഞാൻ ദൈവത്തോട് പ്രകാരം പറഞ്ഞു, കർത്താവേ, അവിടുത്തെ വചനം അനുസരിച്ച്, അവിടുത്തെ വാക്കനുസരിച്ച് ഞങ്ങൾ നാട്ടിലെത്തി. എനിക്ക് ഇങ്ങനെ വീൽ ചെയർ ഇരിക്കാൻ വയ്യ കർത്താവേ, എനിക്ക് ഇങ്ങനെ കഴിയത്തില്ല കർത്താവേ എന്ന് ഞാൻ നിലവിളിച്ചു കരഞ്ഞു. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. അത് ഈ മുറിയിൽ വെച്ചല്ല, അത് ഈ മുറിയിൽ വെച്ചല്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞായറാഴ്ച ഞങ്ങളുടെ IPC പ്രയർ സെന്റർ തിരുവല്ല പാസ്റ്റർ രാജു പൂവക്കാരുടെ ചർച്ചിലാണ് ഞങ്ങൾ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നത്. എന്നെ രാവിലെ എടുത്താണ് കാറി കയറ്റിയത്. എടുത്ത് എന്റെ വൈഫും ഞങ്ങളുടെ വണ്ടി ഓടിക്കുന്ന അച്ഛനുണ്ട്, ആ അച്ഛനെ കൂടി എടുത്താണ് കാറി കയറ്റിയത്. കാറിക്കൊണ്ട് സ്ക്രച്ചസ് ഉപയോഗിച്ച് ചർച്ചിന്റെ ഒരു ചെയറിൽ കൊണ്ട് എന്നെ കൂടി ഇരുത്തി. അപ്പൊ രാജുപാസനോട് പറഞ്ഞു, സമയം 11 മണിക്ക് തൊട്ട് ഒരു 20-25 മിനിറ്റ് സമയം സാമിന്റെ സാക്ഷ്യം പറഞ്ഞെന്ന് പറഞ്ഞു. 11 സമയം അവസാനിക്കും. ലാസ്റ്റ് സമയം എനിക്ക് തന്നിരിക്കുകയാണ്. ദൈവമക്കളെ, ഞാൻ പറഞ്ഞു, പാസ്റ്റർ എന്നെ ഹെൽപ്പ് ചെയ്യണം, എനിക്ക് ഈ ക്രച്ചസ് ഉപയോഗിച്ചാണ് എനിക്ക് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ദൈവദാസന്മാർ എന്നെ ഹെൽപ്പ് ചെയ്ത് ആ സ്റ്റേജിൽ എന്നെ കൊണ്ടുവന്നു. ഞാൻ ആ പുൾപിറ്റ് സ്ട്രോങ് ആയിട്ട് പിടിച്ചു, ക്രച്ചസ് മാറ്റി വെച്ചിട്ട് ഒറ്റ കാലിൽ നിന്നുകൊണ്ട് ഞാൻ ആ 20-25 മിനിറ്റ് സമയം സംസാരിച്ചു. എന്റെ സാക്ഷിയൊക്കെ പറഞ്ഞു. കർത്താവിന്റെ ദാസൻ എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, സാമിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവദാസന്മാരെല്ലാം എന്റെ നേരെ കൈ നീട്ടി. ഹല്ലേലൂയ. ദൈവമക്കളെല്ലാം നേരെ കൈ നീട്ടി. ദൈവദാസൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവെ, ദൈവദാസൻ വീൽ ചെയറിലല്ല, എഴുന്നേറ്റ് ഓടണം, കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കണം. അങ്ങനെ ദൈവദാസന്മാരെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞു, ആശീർവാദം പറയാൻ പോവുകയാണ്. 2 പേരെ എന്നെ ഹെൽപ്പ് ചെയ്ത്, ക്രച്ചസ് എനിക്ക് നടക്കാൻ ബാലൻസ് കുറവായതുകൊണ്ട് 2 പേരെ എന്നെ പിടിച്ചിട്ടുണ്ട്, മുന്നിലും പുറകിലും പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ക്രച്ചസ് കുത്തി ആ ചെയറിൽ കൊണ്ട് ഇരുത്താൻ പോവുകയാണ്. 2 സ്റ്റെപ്പ് ഞാൻ വെച്ചു. 3-ാമത്തെ സ്റ്റെപ്പ് ഞാൻ വെക്കാൻ തുടങ്ങിയപ്പോൾ എന്നോട് ദൈവത്തിന്റെ ആത്മാ പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു, ക്രച്ചസ് മാറ്റി നടക്കുക. ദൈവമക്കളെ, ഇത് പറയുന്ന നിമിഷം എന്റെ കാലിൽ പെയിൻ ഉണ്ട്, എന്റെ കാലിൽ നീരുണ്ട്, എനിക്കറിയാം, എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നോട് കർത്താവ് പറയുന്നു, നീ കാല് കുത്തി നടക്കുക. മെഡിക്കൽ സയൻസ് പറഞ്ഞിരിക്കുന്നത് കാല് കുത്തരുത്, കുത്തിക്കഴിഞ്ഞാൽ ഈ നട്ടുബോൾട്ടെല്ലാം പൊട്ടിപ്പോകും, പൊട്ടിപ്പോയ കാല് മുറിച്ചു കളയേണ്ടി വരും എന്ന് പറഞ്ഞാൽ 2 വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവർ പറയാമെന്നാ പറയുന്നത് എത്ര കിലോ വെയിറ്റ് വെച്ച് കൊടുക്കാമെന്ന്. പക്ഷെ കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു, കാല് കുത്തി നടക്കുക. ദൈവമക്കളെ, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തി. ഞാൻ വിശ്വാസത്തോടെ എന്റെ 98 കിലോ ബോഡി വെയിറ്റ് കാലിൽ കുത്തി ആ സ്റ്റേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു.
അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാല് കുത്തി നടന്നു. ഒരു പ്രയാസം ഉണ്ടായില്ല. കാലിന് വേദന അറിയാനില്ല. എന്റെ കാലിന് മുഴുവൻ ബലവും കൊടുത്ത് ഞാൻ നടന്നു. ഓൺ ദ സ്പോട്ടിൽ കർത്താവിനെ സൗഖ്യമാക്കി. ഓ ഹല്ലേലൂയ. ജനത്തിന് മേലെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിച്ചു. അനേകരും അവിടെ സൗഖ്യമായ സമയത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഒരു സഭയിൽ ഇറങ്ങുമ്പോൾ, ഒരു ദേശത്ത് ഇറങ്ങുമ്പോൾ, ഒരു കുടുംബത്തിൽ ഇറങ്ങുമ്പോൾ എന്തൊക്കെ സംഭവിക്കും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതേപോലെ ദൈവത്തിന്റെ സാന്നിധ്യം അന്ന് അവിടെ ഇറങ്ങിയത്. ദൈവമക്കളെ, അന്ന് 11:30 സഭായം തീർന്നില്ല. അന്ന് 12:45 1 മണി, ഏകദേശം 1 മണിയായ സഭായം സൺഡേ സ്കൂളിലെ ക്യാൻസൽ ചെയ്തു. ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ പ്രവൃത്തി അന്ന് അവിടെ വെളിപ്പെട്ടു. അനേകർ സാക്ഷ്യം പറയാൻ സമയമെടുക്കുകയായിരുന്നു. പിന്നെ അനേകർ വിടുതൽ പ്രാപിച്ചൊരു സാക്ഷ്യം പറയുകയായിരുന്നു. അങ്ങനെ അത്ഭുതത്തിന്റെ ദിവസമായിരുന്നു അന്ന്. ദൈവമക്കളെ, രാവിലെ 7 മണിക്ക് എന്നെ എടുത്താണ് കാറി കയറ്റിയതെങ്കിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ഞാൻ നടന്നാണ് എൻ്റെ വീട്ടിലേക്ക് നടന്നു കയറിയത്. പ്രൈസ് ദി ലോർഡ്. എന്റെ കാലുകൊണ്ട് ഞാൻ നടന്നാണ് വീട്ടിൽ കയറിയത്. നമ്മുടെ ദൈവം ആരാ? ജീവിക്കുന്ന ദൈവം, അത്ഭുതത്തിന്റെ ദൈവം. ഹല്ലേലൂയ. ആ ദൈവം ഇന്നും വലിയവനാണ്, സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലവും ഓരോ വ്യക്തികളെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തി. സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയാണ്, മനോഭാരത്താൽ ഇരിക്കുകയല്ലേ? ദൈവാത്മാവ് പറയുന്നു, നിന്റെ ഭാരം ദൈവത്തിൽ ഇട്ട് കൊടുക്കുക. നീ വിശ്വാസത്തോടെ സ്റ്റെപ്പ് വെക്ക്. അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. വിശ്വാസത്തോടെ സ്റ്റെപ്പ് വെച്ച് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ഇന്ന് വരെ കാണാത്ത അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. സ്തോത്രം. അങ്ങനെ അന്ന് രാവിലെ നടന്ന, ഹല്ലേലൂയ, ഉച്ചയ്ക്ക് നടന്നാണ് ഞാൻ വീട്ടിൽ കയറിയത്. അന്ന് രാത്രിയിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ നന്ദി അപ്പാ, നന്ദി. അങ്ങനെ സൗഖ്യമാക്കിയതിന് നന്ദി, എന്നെ വിടുവിച്ചതിന് നന്ദി കർത്താവേ. കർത്താവേ, ഒറ്റ കാര്യം, എന്തിനാ ഞങ്ങളെ കേരളത്തിൽ കൊണ്ടുവന്നത്? അത് മാത്രം കർത്താവ് ഇതുവരെ പറഞ്ഞില്ല. ഇഷ്ടംപോലെ സഭകളും ദൈവദാസന്മാരും കേരളത്തിൽ ഉണ്ടല്ലോ അപ്പാ. ഞങ്ങളെ എന്തിനാപ്പച്ചാ കേരളത്തിൽ കൊണ്ടുവന്ന് ഒന്ന് പറയണേ അപ്പാ എന്ന് ദൈവത്തോട് ഞങ്ങൾ ഇങ്ങനെ നിലവിളിച്ച് കരഞ്ഞപ്പോൾ അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ച് കിടന്നുറങ്ങി. അന്ന് രാത്രി ഞാനൊരു ബോർഡ് വിഷൻ കണ്ടു. ഒരു ബോർഡ്. ആ ബോർഡിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു, ആത്മഹത്യ അരുതേ, അത് പാപമാണ്, മരണത്താൽ ജീവിതം അവസാനിക്കുന്നില്ല, യേശു ക്രിസ്തു താങ്കളെ സ്നേഹിക്കുന്നു. ദൈവമക്കളെ, ഈ ബോർഡ് കണ്ട് ചാടി ഞാൻ എഴുന്നേറ്റു. ഞാൻ ചാടി എഴുന്നേറ്റിട്ട് ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഞാൻ മാറി ഇത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, കർത്താവേ എന്താണ് അപ്പാ ഇത്? എന്താ എന്നെ ഇത് കാണിച്ച്? ആരെങ്കിലും മരിക്കാൻ പോവുകയാണോ? എന്തിനാ കർത്താവ് ഇത് കാണിച്ചെന്ന് ദൈവത്തോട് ഞാൻ നിലവിളിച്ച് കരഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ച പ്രകാരം പറഞ്ഞു, മകനെ, അനേക ആയിരങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ, ഞാൻ നിന്നോട് ഹല്ലേലൂയ ഇപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആയിരക്കണക്കിന് ആൾക്കാർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ നിന്നെ, നിന്റെ കുടുംബത്തെ ഇവിടെ കൊണ്ടുവന്നത്. ആത്മഹത്യ ചെയ്യുന്ന അടുക്കലേക്ക് ഞാൻ നിങ്ങളെ അയക്കും. നിങ്ങളുടെ അടുക്കലേക്ക് അവർ ഓടിയെത്തും. യേശുവിന്റെ നാമത്തിൽ, എന്റെ നാമത്തിൽ കൽപ്പിക്കുക, ഞാൻ അവരെ പുറത്താക്കും. ഏത്? ആ ഈവിൾ സ്പിരിറ്റിനെ പുറത്താക്കും. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞ കർത്താവേ റെഡിയാണ്, എന്തു പറഞ്ഞാലും റെഡിയാണ്. ദൈവമക്കളെ, കർത്താവ് എന്തു പറഞ്ഞാലും അനുസരിക്കാൻ തയ്യാറാണോ? ഈ കാലഘട്ടത്തിലും കർത്താവ് നമ്മളെ ഉപയോഗിക്കും. അല്ല, നമ്മൾ പഠിച്ച തിയറിയും തിയോളജിയും വെച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ എന്നും ഒന്നും ശമ്പളവും മേടിച്ച് ബിസിനസ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകാം. അതല്ലാതെ എനിക്കൊന്നും പറയാനില്ല. കർത്താവ് എന്തു പറയുന്നു അതനുസരിക്കാൻ തയ്യാറാകുക. രണ്ടാമത് എന്നോട് കർത്താവ് പറഞ്ഞു, ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കരുത് എന്ന് പറഞ്ഞാൽ, ദൈവം നിന്നോട് പറഞ്ഞ കാര്യം നീ ചെയ്യുക, ആലോചനയും അഭിപ്രായം ചോദിക്കാൻ പോകരുത്. പോയാൽ നടക്കത്തില്ല. ഈ 2 കാര്യങ്ങൾ ദൈവാത്മാവ് ഇടപെട്ടു. അങ്ങനെ ആ 2 കാര്യങ്ങൾ ഞാൻ ഏറ്റെടുത്തു. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്ന ഒന്നാമത്തെ വിഷയം, ഞാൻ നിന്നെ കാണിച്ച ബോർഡ് ഇന്നേക്ക് 3 ദിവസം തികയുന്നതിന് മുമ്പ് നിന്റെ വീടിന്റെ മുകളിൽ ഇരിക്കണം. ആദ്യത്തെ ടാസ്ക് കർത്താവ് തരുക, നിന്റെ വീടിന് മുകളിൽ ഈ ബോർഡ് ഇരിക്കണം. സ്തോത്രം. ദൈവമക്കളെ, ആരോടും അഭിപ്രായം ചോദിക്കാൻ പോയില്ല. വൈഫിനോടോ കുഞ്ഞുങ്ങളോടോ ആരോടും ചോദിച്ചില്ല. പപ്പായോടോ അപ്പച്ചനോടോ ആരോടും ചോദിച്ചില്ല. ദൈവം പറയുന്ന അനുസരിച്ചു. പിറ്റേ ദിവസം രാവിലെ പോയി ബോർഡിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. മെറ്റൽ ബോർഡാണ്, 8 അടി നീളം 4 അടി വീതിയുള്ള വലിയ ബോർഡ്. എല്ലാം സെറ്റ് ചെയ്യിപ്പിച്ചു, പ്രൈമർ അടുപ്പിച്ചു. പിറ്റേ ദിവസം 2-ാം ദിവസം എഴുതാൻ കൊടുത്തു. എല്ലാം എഴുതി റെഡിയാക്കി. 3-ാം ദിവസം ആയപ്പോ എല്ലാം റെഡിയാക്കി ഗ്ലോറിയെ കൊണ്ടുവന്ന് വീടിന്റെ മുന്നിൽ ഇറക്കിയപ്പോഴാ എന്റെ വൈഫൊക്കെ അത് കാണുന്നത് പോലും. ദൈവമക്കളെ, ഹല്ലേലൂയ. 7 മണിയായപ്പോ വീടിന്റെ മുകളിൽ ഫിറ്റ് ചെയ്തു. എല്ലാരും പോയി. ആ സമയത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഹിന്ദു ഫാമിലി ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് ഈ ബോർഡും കണ്ടിട്ട്, ദൈവമക്കളെ, മാനസികമായിട്ട് തകർന്ന് തരിപ്പടമായി ജീവിതം അവസാനിപ്പിക്കാൻ കാത്തിരുന്ന ആ കുടുംബത്തിന്റെ വിടുതലുള്ള ദിവസമായിരുന്നു അന്ന്.
അന്ന് രാത്രി അവിടെ തലേ കൈവച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു. ഞാൻ ചോദിച്ചു, കർത്താവ് ഈ ബോർഡ് വെച്ച് ഞാൻ ഇവിടെ ഇരുന്നാൽ മതിയോ? അനേകർ കടന്നു വരാൻ തുടങ്ങി. കർത്താവ് പറഞ്ഞു, നോ, ഇതൊരു ഡെമോ കാണിക്കുക, കേരളം മുഴുവൻ ഈ ബോർഡ് ഇരിക്കണം. അങ്ങനെ കേരളത്തിന്റെ എല്ലാ ഹൈവേയിലും NH-ലും ഞങ്ങൾ ഈ ബോർഡ് സ്ഥാപിച്ചു. 100 ആൾക്കാർ ഈ ബോർഡ് കണ്ട് എന്നെ വിളിക്കാൻ തുടങ്ങി. 100 ആൾക്കാരെ നേരിട്ട് പോയി കാണാൻ കർത്താവ് ഇടയാക്കി. അങ്ങനെ അതും എല്ലായിടത്തും റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല. കർത്താവ് പറഞ്ഞു, പോരാ, അനേകർ മരിച്ചുകൊണ്ടിരിക്കുന്നു, പോരാ, ഇത് കൺട്രോൾ ചെയ്യണം. അതുകൊണ്ട് ഹോപ്പ് മിഷൻ ഇന്ത്യ എന്നൊരു ടീം ഞങ്ങൾ രൂപീകരിച്ചു. അങ്ങനെ എല്ലാ ടൗണിലും 10 ദിവസം ക്യാമ്പ് ചെയ്യാൻ തുടങ്ങി. എല്ലാ ഡിസ്ട്രിക്റ്റിലും ഞങ്ങളുടെ ടീം ക്യാമ്പ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങളുടെ ടീം ഓരോ ഡിസ്ട്രിക്റ്റിൽ ഫ്ലെക്സ് വെച്ച വലിയ വണ്ടി ഇങ്ങനെ ആ ട്രാഫിക്കിനകത്തൂടെ കറങ്ങാൻ തുടങ്ങും. ഓരോ ടൗണിലും കൗൺസിലിംഗ് മീറ്റിങ്ങുകൾ അല്ലെങ്കിൽ ബോധവൽക്കരണ മീറ്റിംഗ് നടത്താൻ തുടങ്ങി. ഓപ്പൺ മീറ്റിംഗ് ആണ്, പക്ഷെ അങ്ങനെ ബഹളം ഉണ്ടാക്കുന്ന ഒരു മീറ്റിംഗ് അല്ല. ഈ പ്രശ്നത്തെ ക്രോഡീകരിച്ചിട്ട് സംസാരിച്ചിട്ട് ഇതിൽ നിന്ന് വിടുതൽ വേണം, മുന്നോട്ട് വരിക. ഓൺ ദ സ്പോട്ടിൽ പ്രാർത്ഥിക്കും, ഓൺ ദ സ്പോട്ടിൽ ഭൂതവളകും, ഓൺ ദ സ്പോട്ടിൽ സൗഖ്യം. ആ ഒരു ശുശ്രൂഷ ദൈവത്തിൽ തുടങ്ങി. അങ്ങനെ കേരളത്തിൽ ഞങ്ങൾ 2 റൗണ്ട് 14 ജില്ല മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ കർത്താവ് ഇടയാക്കി. ദൈവമക്കളെ, 2500-ൽ പരം മീറ്റിംഗ് കേരളത്തിൽ നടത്തുവാൻ കർത്താവ് ഇടയാക്കി. 10,351 പേരെ ആത്മഹത്യയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ, 100 ആൾക്കാർ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ, യേശുവിന് വേണ്ടി ജീവിതം കൊടുക്കുവാൻ കർത്താവ് ഇടയാക്കി. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. എന്റെ കാല് തല്ലി ഓടിച്ചത്, ബിസിനസിനെ കൊളാപ്സ് ആക്കിയത്, ദൈവത്തിന് ഈ പദ്ധതി എന്നെ എന്റെ കുടുംബത്തെ കൊണ്ട് ചെയ്യിക്കാനാന്നുള്ള കാര്യം പിന്നീടാണ് മനസ്സിലായത്. ദൈവമക്കളെ, ദൈവത്തിന്റെ ശബ്ദം കേട്ട് ആര് സ്റ്റെപ്പ് വെക്കുന്നോ അത്ഭുതങ്ങൾ സംഭവിക്കും. ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കരുത്, ദൈവത്തിന്റെ മുഖത്ത് നോക്കിക്കോളാം. ഞങ്ങൾ ഒരു നീഡ്സും ഒരു മനുഷ്യനെ മുഖത്ത് നോക്കി പറയാറില്ല. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം കർത്താവ് ഇങ്ങനെ ഓരോ ദിവസവും അന്നുള്ള തന്ന് ഞങ്ങളെ പോറ്റിക്കൊണ്ടിരിക്കുക. അത്ഭുതങ്ങളുടെ ദൈവം. ഞങ്ങൾക്ക് വേണ്ട വാഹനങ്ങൾ, ഞങ്ങൾക്ക് വേണ്ട സൗണ്ട് സിസ്റ്റം, എല്ലാ കാര്യങ്ങളും കർത്താവ് ക്രമീകരിച്ചു. ഇതിനു വേണ്ടി ഒരു വിദേശ യാത്ര നടത്തേണ്ടി വന്നില്ല. ദൈവം പറഞ്ഞിട്ട് ഒരു വർക്ക് സ്റ്റെപ്പ് വെക്കുന്നുണ്ടെങ്കിൽ, നീ ഒരു ദേശത്തിന്റെ അംബാസഡറായി ഒരു ദേശത്ത് വാർക്കുമ്പോൾ ആ ദേശമാണ് നിന്റെ കാര്യങ്ങൾ നോക്കുന്നതെങ്കിൽ, ഈ ദേശത്ത് ക്രിസ്തുവിന്റെ അംബാസഡർ നീ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യം കർത്താവ് നോക്കും. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, ഞാൻ ദൈവവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. ആരെങ്കിലും ശുശ്രൂഷ മണ്ഡലത്തിൽ കിടന്ന് കറങ്ങുന്നുണ്ടെങ്കിൽ ഓർത്തോണം, പദ്ധതി എന്തെന്ന് തിരിച്ചറിയണം, തിരഞ്ഞെടുപ്പ് എന്തെന്ന് തിരിച്ചറിയണം, വിളി എന്തെന്ന് തിരിച്ചറിയണം, ദൈവത്തിന്റെ പ്ലാൻ എന്തെന്ന് തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഈ കിടന്ന് കറങ്ങുന്നത്. കറക്കം മാറ്റിയിട്ട് ഈ ദിവസങ്ങളിൽ കർത്താവ് എന്ത് പറയുന്നു അതനുസരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ 1000 ആൾക്കാരെ പുറത്തു കൊണ്ടുവരാൻ കർത്താവ് ഇടയാക്കും. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ മുന്നോട്ട് പോകണം. മറ്റുള്ളവരുടെ പാറ്റേൺ നമ്മൾ കോപ്പി അടിക്കണ്ട, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നുള്ളത് നമ്മൾ നോക്കണ്ട. ദൈവം നമ്മളോട് എന്ത് പറയുന്നു അതനുസരിച്ച് മുന്നോട്ട് പോകണം. ഹല്ലേലൂയ. ഞാൻ എന്റെ വാക്കൊക്കെ വിരാമം കുറിക്കാൻ സമയമായിരിക്കുന്നു. ദൈവമക്കളെ, ഞങ്ങളെ ഓർത്ത് നിങ്ങൾ വല്ലപ്പോഴെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങളിപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഗ്രാമങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളുണ്ട്. ദൈവമക്കളെ, നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ കരുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. അനേകരെ തീർന്ന് വലിച്ചെടുക്കണം. നമ്മുടെ കേരളത്തിൽ അനേകർ ആത്മഹത്യ ഓരോ ദിവസവും, പഠിപ്പുള്ളവര്, വിദ്യാഭ്യാസ ബിസിനസ്സുകാര്, കുഞ്ഞുങ്ങളൊക്കെ എത്രയോ പേര് ഒരു ദിവസം ആത്മഹത്യ എന്നറിയാമോ? അവരെയൊക്കെ പുറത്തു കൊണ്ടുവന്ന ആഗ്രഹമുണ്ട്. എന്തായാലും വലിയ വ്യത്യാസമുണ്ട്. 2016, 2017 നമ്മുടെ കേരളത്തിന്റെ ആത്മഹത്യ നിരക്ക് 13,000 പേർ, ഒരു വർഷം 13,000 പേർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷത്തെ കണക്ക് കേൾക്കണോ? 8,500 പേര് തൊട്ട് 9,000 പേരായി എന്ന് പറഞ്ഞാൽ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, 1000 ദൈവദാസന്മാർ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ എല്ലാ എഫേർട്ടും കൊണ്ടാ അനേക സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയം ഞങ്ങളുടെ സാക്ഷ്യം കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്തിരി ദീർഘിച്ചു പോയി, ദയവായി ക്ഷമിക്കണം. നിങ്ങളെല്ലാം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. നിങ്ങൾക്കെല്ലാം ഈ സാക്ഷ്യം നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാനും വിടുതലിനും കാരണമായി തീരട്ടെ. ഇതിന് ഞങ്ങൾക്ക് സാവകാശം ഒരുക്കി തന്ന ആരോമ ടിവിയിലെ കർത്താവിന്റെ ദാസനും കുടുംബത്തിനും നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. ആമേൻ, 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 ആമേൻ. സ്തോത്രം. കർത്താവിന് ആവശ്യമുള്ള ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുക്കുന്നത് ചില സംഭവങ്ങളിലൂടെയാണ് എന്ന് ഒരു പക്ഷെങ്കിൽ നമുക്ക് തോന്നിപ്പോ. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ അനുഭവത്തിലൂടെയും കർത്താവിന്റെ ആ സ്നേഹത്തിന്റെ ആഴത്തിലൂടെയും നാം തിരിച്ചറിയുമ്പോൾ, ലോകസ്ഥാപനത്തിന് മുന്നമേ അവൻ നമ്മെ കണ്ടതാ. അമ്മയുടെ ഗർഭത്തിൽ പിണ്ഡാകാരമാകുന്നതിന് മുന്നമേ അവൻ നമ്മെ തിരഞ്ഞെടുത്തതാ. കാൽവറി ക്രൂശിൽ കർത്താവ് തന്റെ ചോരത്തുള്ളി ഒഴുക്കുമ്പോൾ നമ്മുടെ ശിരസിലും അതിന്റെ ഒരു തുള്ളി വീണതാ. പക്ഷെ ഈ സത്യം നമ്മൾ തിരിച്ചറിയാതെ
ഈ സത്യത്തിന് പ്രാധാന്യം കൊടുക്കാതെ പലപ്പോഴും നമ്മൾ നമ്മുടെ കുടുംബശ്രേഷ്ഠതയോ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ സർട്ടിഫിക്കറ്റോ നമ്മുടെ അറിവോ കഴിവോ പിടിപാടോ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ മറ്റു പലതിൻ്റെയും പുറകെ പോകുമ്പോൾ ശരിക്കും കർത്താവ് നമ്മളെ പുറകെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. കർത്താവ് നമ്മുടെ പുറകെ വന്നുകൊണ്ടിരിക്കുക. കർത്താവ് നമ്മുടെ കൂടെ യാത്ര ചെയ്യുക. എത്രത്തോളം പോകുന്നു, എവിടെയെങ്കിലും വെച്ച് അവൻ തിരിഞ്ഞു നോക്കുന്നോ, എവിടെയെങ്കിലും വെച്ച് എൻ്റെ കർത്താവിൻ്റെ ആ ശബ്ദത്തിന്, ആ സ്നേഹത്തിന് ഒന്ന് ചെവി ചായ്ക്കുന്നോ എന്ന് കർത്താവ് പല സന്ദർഭങ്ങളിലും നമ്മളെ നോക്കാറുണ്ട്. കർത്താവ് ഒരു പക്ഷേ ചിലരൊക്കെ ചോദിക്കുമായിരിക്കും, കർത്താവ് ഇത്ര ക്രൂരനാണോ, ഇത്രയും ക്രൂരതകളൊക്കെ ചെയ്തിട്ട് വേണോ ഇങ്ങനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കുവാൻ എന്നൊക്കെ ഒരുപക്ഷെ ചില പ്രിയപ്പെട്ടവരെങ്കിലും ചോദിക്കും. അല്ല സഹോദരങ്ങളെ, നമുക്കാണ് അത് വലിയൊരു വേദനയായി പ്രശ്നമായിട്ടൊക്കെ തോന്നിയത്. ജയിലിന്റെ അടിയിലേക്ക് പോയപ്പോൾ, ആ ഭൂമിയുടെ ഉള്ളറയിൽ ആ ജയിലിൽ പോയപ്പോൾ അത് വലിയൊരു സംഭവമായിട്ട് നമുക്ക് തോന്നി. അല്ലെങ്കിൽ ആ ഒരു രോഗം വന്നപ്പോൾ അത് വലിയൊരു സംഭവമായിട്ട് നമുക്ക് തോന്നി. കാലൊടിഞ്ഞപ്പോൾ അത് വലിയൊരു സംഭവമായിട്ട് നമുക്ക് തോന്നി. പക്ഷേ നമ്മുടെ കർത്താവ് ഇതെല്ലാം കയറി ഇറങ്ങിയ ആളാ. കർത്താവിന് ഇതെല്ലാം അറിയാം. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമായ ഒരു വേദനയോ രോഗമോ ദുഃഖമോ ഭാരമോ ഒന്നും കർത്താവ് തരികയില്ല. കർത്താവിന് ഏറ്റവും വിഷമമുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് രോഗം തന്നതോ ദുഃഖം തന്നതോ ഒന്നും അല്ല. കർത്താവിനെ വിട്ടുപോകുന്നത്, കർത്താവിന്റെ ശബ്ദത്തിന് ചെവി ചായ്ക്കാതെ നമ്മുടെ ഇഷ്ടമുള്ള വഴികളിലൂടെ നമ്മൾ പോകുന്നതാണ് ദൈവത്തിന് ഏറ്റവും വിഷമമുള്ള വേദനയുള്ള ഒരു കാര്യം. എന്നാൽ നമ്മൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അവിടെ നിന്നൊരു യൂ ടേൺ എടുക്കുവാൻ തയ്യാറായാൽ കർത്താവ് നമ്മളെക്കുറിച്ച് സന്തോഷിക്കും. സ്വർഗം നമ്മെക്കുറിച്ച് സന്തോഷിക്കും. ആ തേജോമനായ ദൈവത്തിന്റെ സന്തോഷവും സ്നേഹവും ഒന്ന് വലുത് തന്നെയാണ്. സ്തോത്രം. കർത്താവിന്റെ ദാസൻ, പ്രിയ കർത്താവിൽ പ്രസിദ്ധനും നിത്യതയിൽ വിശ്രമിക്കുന്നതുമായ പ്രിയ പിതാവ് മുട്ടങ്കി വർഗീച്ചാനെ 140-ലധികം രാജ്യങ്ങളിലേക്ക്, ലോകത്തിന്റെ 5 വൻകരകളിലേക്ക് അയച്ച് കർത്താവിന്റെ ദാസൻ പാടിയ പാട്ടുകൾ ഇന്നും ക്രൈസ്തവ ലോകം ഏറ്റുപാടുന്നു. ആമേൻ. എല്ലായിടത്തും ആമേൻ അത് ഏറ്റുപാടുന്നു. ആമേൻ. കർത്താവിന്റെ ദാസനിലൂടെ ദൈവം ചെയ്തെടുത്തതായ ആ ശുശ്രൂഷ, ശ്രേഷ്ഠകരമായ ശുശ്രൂഷ ഒരുപാട് പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമായിരിക്കുമ്പോൾ ആ പ്രിയ പിതാവിന്റെ തലമുറ, ആമേൻ, ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു യാത്ര ചെയ്യാൻ. ആ പിതാവ് സഞ്ചരിച്ച ആ പാതയിലൂടെ തലമുറകൾ തുടർന്ന് സഞ്ചരിക്കണം എന്ന ദൈവത്തിന്റെ പദ്ധതിയാണ്. അതിൽ നിന്ന് തിരിഞ്ഞു പോകുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. സ്തോത്രം. ഒരു പക്ഷെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് നല്ലതാണെന്ന് തോന്നും. കാരണം നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ചതായ കഷ്ടതയും ആ പാഴ്സനേജിലെ പട്ടിണിയും രോഗവും ദുഃഖവും ആ ദാരിദ്ര്യവും ഒക്കെ ഓർക്കുമ്പോൾ ഇനി ഇങ്ങനൊരു പരിപാടിക്ക് പോകുന്നേ ഇല്ല എന്ന് വിചാരിച്ച ഇന്നത്തെ തലമുറകൾ പലരും ലോകത്തിന്റെ പല വഴികളും തിരഞ്ഞെടുക്കുമ്പോൾ ഒരു കാര്യം നാം തിരിച്ചറിയണം. കർത്താവിന്റെ വിളിയെ നമ്മൾ നിരസിക്കരുത്. കർത്താവിന്റെ വിളി എന്ന് പറയുന്നത് ഒരു കുടുംബത്തോടല്ല, ഒരു വ്യക്തിയോടല്ല, അത് തലമുറയായി നമ്മളിലൂടെ നിവർത്തിക്കപ്പെടണമെന്നുള്ള കർത്താവിന്റെ സ്നേഹം, അത് നിത്യതയുടെ പദ്ധതിയാണ്. ആ നിത്യതയുടെ പദ്ധതിയിൽ നിന്ന് ഒരു അധ്യായം വലിച്ചു കയറി കളയാൻ പറ്റത്തില്ല. അതിനകത്തുനിന്ന് ഒരു വാക്ക് പോലും മാറ്റിക്കളയാൻ പറ്റത്തില്ല. കാരണം കർത്താവ് അതൊക്കെ എഴുതി വെച്ചിരിക്കുന്നതാണ്. സ്തോത്രം. നേരത്തെ ഓർപ്പിച്ചല്ലോ, 139 സങ്കീർത്തനം 16 വാക്യം ദൈവദാസൻ ഉദ്ധരിച്ച് പറഞ്ഞല്ലോ. ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള വാഗ്ദത്തങ്ങൾ നമ്മുടെ മേൽ നിവർത്തിക്കപ്പെടണമെങ്കിൽ നാം നിന്നേ മതിയാവുകയുള്ളൂ. നാം നിന്നില്ലെങ്കിൽ ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രയാസങ്ങൾ. മറ്റൊരു കാര്യം കൂടി ഞാൻ ചിന്തിക്കുകയായിരുന്നു. ദൈവത്തിന് അസാധ്യമായിട്ടൊരു കാര്യമില്ല. ആ ദുബായിലെ ജയിലറയിൽ പോയ ഒരു വ്യക്തി അന്നേ ദിവസം പുറത്തു വന്ന വീട്ടിൽ തൻ്റെ കുഞ്ഞുങ്ങളോട് ഒരുമിച്ച്, തൻ്റെ കുടുംബത്തോട് ഒരുമിച്ച് വീണ്ടും തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ്. പക്ഷെ അത് സാധിപ്പിച്ചു തരാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്നുള്ളത് തെളിയിക്കുകയായിരുന്നു. ആമേൻ. വൈദ്യശാസ്ത്രപ്രകാരം അസാധ്യമായ ഒരു കാര്യം കർത്താവിന്റെ ദാസിയുടെ ജീവിതത്തിൽ അതും ദൈവ സാധ്യമാണെന്ന് തെളിയിക്കുകയായിരുന്നു. ആമേൻ. കാല് ഒടിഞ്ഞ് 2 കഷ്ണമായി മാറിയപ്പോൾ വൈദ്യശാസ്ത്രപ്രകാരം 3 മാസം ആമേൻ ട്രീറ്റ്മെന്റ് ചെയ്ത് വിശ്രമിച്ചിരിക്കുമ്പോൾ അവിടെയും ആമേൻ അസാധ്യമായിരുന്നു. പക്ഷേ സാധ്യമായ ഒരു
സ്ഥലത്ത് കൊണ്ടെത്തിച്ച് അവിടെ വെച്ച് ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തി ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുക, ശുശ്രൂഷ ആരംഭിക്കുക എന്നുള്ളതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. തീർന്നില്ല അവിടം കൊണ്ടും. ആത്മഹത്യ അരുതേ എന്നുള്ള വലിയൊരു ബോർഡ് ആമേൻ എഴുതി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വീടിന്റെ വാതിൽക്കൽ മുതൽ അത് ആരംഭിച്ച് കാസർഗോഡ് മുതൽ പാറശാല വരെ ആ സദ്വർത്തമാനം തീർന്നില്ല. ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഹോപ്പ് മിഷൻ ഇന്ത്യ എന്നുള്ള പേരിൽ ആരംഭിച്ചതായ പ്രവർത്തനം. ഇതൊക്കെ ആരംഭിക്കുവാൻ ഒരുപക്ഷെ നമ്മൾ ചോദിക്കും, കേരളത്തിൽ പാസ്റ്റർമാരില്ലേ? ദൈവത്തിന് വേറെ ആളിനെ തിരഞ്ഞെടുക്കാനില്ലേ? ഇല്ലാഞ്ഞിട്ടല്ല സഹോദരങ്ങളെ, ഇല്ലാഞ്ഞിട്ടല്ല. നിന്റെ മേലുള്ള വിളി, ആമേൻ, നമ്മുടെ ഓരോരുത്തരുമേലുള്ള തിരഞ്ഞെടുപ്പ് ദൈവത്തിന് മറക്കാൻ പറ്റത്തില്ല. നമ്മളോടുള്ള വാഗ്ദത്തം അത് തലമുറ തലമുറയായി നിൽക്കണം. സ്തോത്രം. ഇസ്രായേൽ ജനത്തെ വിടുവിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് മോശെ അല്ലാതെ വേറെ എത്രയോ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ മോശയെ ദൈവം മുന്നമേ കണ്ടതാ. ആ കുടുംബത്തിൽ ആ ശിശു ജനിക്കുന്നതിന് ആ സമകാലികമായിട്ടുള്ള ജനിച്ച സകല കുഞ്ഞുങ്ങളും നൈൽ നദിയിൽ എറിഞ്ഞ് കൊല്ലപ്പെട്ടപ്പോൾ ഒരു മോശയെ ദൈവം തിരഞ്ഞെടുത്ത് വേർതിരിച്ച് വളർത്തിക്കൊണ്ടുവന്നത് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി നിവർത്തിക്കണമെങ്കിൽ മോശയെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ, വേറൊരാളിനെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരെ, നിങ്ങൾ ഇന്ന് എവിടെയാണ്? നിങ്ങൾ കേട്ടുകഴിഞ്ഞ ഈ സദ്വർത്തമാനം, ഈ സാക്ഷ്യം, ഈ വചനം നിങ്ങളെ സ്പർശിക്കുവാൻ, സ്വാധീനിക്കുവാൻ, നിങ്ങളോട് സംസാരിക്കുവാൻ ഉള്ള ദൈവത്തിന്റെ ദൂതാണെന്ന് തിരിച്ചറിയുവാൻ എത്ര പേർക്ക് കഴിയും? ഒരുപക്ഷെ ലോകത്തിന്റെ ഏതെങ്കിലും വൻകരയിൽ, ഏതെങ്കിലും രാജ്യത്ത്, ഏതെങ്കിലും ഒരു കോണിൽ, ഏതെങ്കിലും ഒരു ഓഫീസിൽ, ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ, ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ, ഏതെങ്കിലും ഒരു ഭവനത്തിന്റെ കോണിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളെ നിങ്ങൾ കാണുന്നു, കേൾക്കുന്നുണ്ട്. അവിടെ ഇറങ്ങി വന്ന് നിങ്ങളോട് ദൈവം സംസാരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ അവിടെ ഇരുന്ന് ഒതുങ്ങിത്തീരുവാനല്ല, അവിടെ അവസാനിക്കുവാനല്ല ദൈവം താങ്കളെ വിളിച്ചിരിക്കുന്നത്, കണ്ടിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞാൽ ഇപ്പോൾ തന്നെ കർത്താവെ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമോ? കർത്താവിന് പ്രയോജനപ്പെടുവാൻ, കർത്താവിന് താങ്കളെ ആവശ്യമുണ്ടെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് എഴുന്നേറ്റ് കർത്താവിന്റെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമോ? ദൈവം ഉപയോഗിക്കുവാൻ തക്കവണ്ണോടിയായിത്തീരും. തീർച്ചയായിട്ടും ഒരു ചലഞ്ചായി ഏറ്റെടുക്കൂ. ഈ സാക്ഷ്യം ഒരു ചലഞ്ചായി ഏറ്റെടുക്കൂ. കർത്താവ് നമ്മെ തൊട്ട് സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി വരുവാൻ, ഈ സദ്വർത്തമാനം ഇനിയും എത്തേണ്ടുന്നിടത്ത് എത്തിക്കുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കേണ്ടതിന് നിങ്ങളുടെ ആയുസ്സിൽ ലഭിച്ചിരിക്കുന്ന ഈ സുവർണാവസരം വിനിയോഗിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കാം. കർത്താവെ ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ പിതാവ്, എൻ്റെ മാതാവ്, എൻ്റെ സഹോദരങ്ങൾ വിവിധ ഇടങ്ങളിൽ ഒരുപക്ഷെ കഷ്ടപ്പാടിന്റെ നടുവിലൂടെ കടന്നു പോകുന്നു. ഞാൻ അവർക്ക് വേണ്ടിയാണ് ഈ ജോലി ചെയ്യുന്നത്, ഈ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നതെന്ന് ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാവാം. ഞാൻ ഈ ജോലി വിട്ടാൽ, ഞാൻ ഈ രാജ്യം വിട്ടാൽ ഇനി എന്താകുമെന്ന് ഒരുപക്ഷെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ഞങ്ങൾ പറയുന്നു, ഒരു കാരണവശാൽ നിങ്ങൾ രാജ്യം വിടരുത്, ജോലി വിടരുത്, റിസൈൻ ചെയ്യരുത്. പക്ഷെ കർത്താവ് പറഞ്ഞാൽ അതിനുള്ള ക്രമീകരണവും കർത്താവ് ചെയ്തുകൊള്ളും. കർത്താവ് പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കുവാൻ തയ്യാറാകുമെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് അതിനുവേണ്ടിയുള്ള നീക്കുപോക്ക് ചെയ്യുവാനിടയായിത്തീരും. മനുഷ്യൻ പറഞ്ഞതുകൊണ്ടോ ഞങ്ങൾ പറഞ്ഞതുകൊണ്ടോ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്, അത് ഏറ്റവും വലിയ പോഷത്തരമാണെന്ന് കൂടി പറയും. എന്നാൽ കർത്താവ് പറഞ്ഞ നിങ്ങൾ അതനുസരിക്കൂ, അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായിത്തീരും. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ കേൾക്കുന്ന രോഗികളായിട്ടുള്ള പ്രിയപ്പെട്ടവർ, സാമ്പത്തിക തകർച്ചയുടെ നടുവിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ, ജപ്തി നടപടികളുടെ നടുവിൽ ഭയത്തോടെ ഭാരത്തോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇനി ജീവിക്കാൻ കഴിയത്തില്ല, ആത്മഹത്യ മാത്രമേ മുന്നിൽ പരിഹാരമുള്ളെന്ന് ചിന്തിക്കുന്ന പ്രിയപ്പെട്ടവർ, തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടു, ബൈബിൾ സ്കൂളിൽ പഠിച്ചു, പക്ഷെ ഇപ്പോൾ അതെല്ലാം മാറ്റിവെച്ചിട്ട് ബിസിനസ്, ജോലി, സാമ്പത്തിക നേട്ടം, അല്ലെങ്കിൽ കുറച്ച് സമ്പാദിച്ചതിന് ശേഷം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കാമെന്ന് വിചാരിച്ച് ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അവിടെയുമില്ല ഇവിടെയുമില്ലാത്ത സ്ഥിതിയിലായിരിക്കുന്ന കൂട്ടു സഹോദരങ്ങൾ, പ്രിയമുള്ളവരെ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതാണ് നല്ല സമയം. നിങ്ങളൊരു തീരുമാനമെടുക്കൂ. കർത്താവിന് പ്രവർത്തിക്കേണ്ട അവസരം ഒരുക്കി കൊടുക്കൂ. സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ.
നിങ്ങളായിരിക്കുന്നത്, നിങ്ങൾ ഓഫീസിലായിരിക്കാം, നിങ്ങൾ യാത്രയിലായിരിക്കാം, കിടക്കയിലായിരിക്കാം, രോഗത്താൽ ഭാരപ്പെടുത്ത വ്യക്തിയായിരിക്കാം, സാമ്പത്തിക തകർച്ചയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കും. കർത്താവ് നിങ്ങളെ തൊടുന്നു, കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നു, കർത്താവിന്റെ ശബ്ദം, കർത്താവിന്റെ കരം നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ആ കർത്താവിന്റെ കരം ഒന്ന് തിരിച്ചറിഞ്ഞ് സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. നാം ഒരുമിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അരോമ ടിവിയുടെ ഓരോ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും കർത്താവിന്റെ ദാസൻ സാം ചെന്നിത്തല അവറുകള് ഈ സമയം ചുരുക്ക വാചകങ്ങളിൽ നമ്മെ പ്രാർത്ഥിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ ലോകമെങ്ങുമുള്ള ദൈവമക്കളെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഒരു വാക്ക് എന്നോട് കൂടെ പറയണമേ. ഒരു വാക്ക് എന്നോട് ഏറ്റു പറയണമേ. കർത്താവേ, ഞാൻ യേശുവിന്റെ വകയാണ്. എന്റെ മേൽ മുഴു അധികാരവും അവകാശവും യേശുവിനു മാത്രം. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. കർത്താവേ, ഞാൻ യേശുവിന്റെ വകയാണ്. എന്റെ മേൽ മുഴു അധികാരവും അവകാശവും യേശുവിനു മാത്രം. ഇത് വലിയൊരു ഉടമ്പടിയാണ്. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ലോകരാജ്യങ്ങളിൽ സൗഖ്യം വ്യാപരിക്കും, വിടുതൽ വ്യാപരിക്കും, രോഗത്തിന്റെ ബന്ധനം കഴിയും. നിങ്ങളെ വ്യാപരിക്കുന്ന എല്ലാ ഇരുട്ടിന ശക്തികൾ മാറിപ്പോകും. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായവനും സകലത്തിന്റെ ഉടയവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ, ലോകരാജ്യങ്ങളിൽ ഞങ്ങളെ കേൾക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ പ്രയാസങ്ങൾ ഞങ്ങൾ അറിയുന്നില്ല, എന്നാൽ സ്വർഗം അറിയുന്നു. അവിടുത്തെ കരം തൊട്ട് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം. രോഗബന്ധനങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. മനസ്സിനെ അലട്ടുന്ന ഡിപ്രഷൻസ് യേശുവിന്റെ നാമത്തിൽ ഇപ്പൊ തന്നെ വേര് പറഞ്ഞു പോകട്ടെ. അത് ആത്മഹത്യയിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടി ദുഷ്ട പിശാചിട്ടിരിക്കുന്ന പോരുകൾ യേശുവിന്റെ നാമത്തിൽ വേരോടെ പറിച്ചു കളയുകയാണ്. സാമ്പത്തിക ബാധ്യതകൾ മാറട്ടെ കർത്താവെ. കുടുംബ പ്രശ്നങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മാറാ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഏതെല്ലാം വിഷയത്തിൽ ജനം ഭാരപ്പെടുന്നോ അവിടെല്ലാം ദൈവസാന്നിധ്യം വ്യാപരിക്കട്ടെ. തീരുമാനമെടുക്കുവാൻ കഴിയാതെ നാൽക്കവലയിൽ നിൽക്കുന്നത് പോലെ ഏത് വഴി എടുക്കണം അങ്ങനെ നിൽക്കുന്ന വ്യക്തികൾ കർത്താവെ, ഇന്ന് രാത്രികാലം ദർശനങ്ങൾ കൊടുക്കണമേ. ദൈവം അവരോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറയുടെ വിഷയത്തിൽ ഭാരപ്പെടുന്നവർ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഈ പകൽക്കാലം ദൈവപ്രവൃത്തിയോട് വെളിപ്പെടുന്നതിനായി സ്തോത്രം. തലമുറകൾ യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. തലമുറകൾ വഴിവിട്ടു പോയിരിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. കർത്താവിന്റെ കരം ചലിക്കുന്നതിനായി സ്തോത്രം. അനേകര് ബെഡ്രിഡനായിരിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കട്ടെ. ക്യാൻസർ രോഗികൾ സൗഖ്യമാകട്ടെ. ട്യൂമർ രോഗികൾ സൗഖ്യമാകട്ടെ. മാറാ രോഗങ്ങൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. പൈശാചിക മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുന്നു. അവിടുത്തെ കരം ചലിക്കുന്നതിനായി സ്തോത്രം. ബിസിനസിനകത്ത് തകർച്ച കിടക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ തകർച്ച പുറത്തു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ സാമ്പത്തികമായി കടബാധ്യത കിടക്കുന്ന അനേകര് ലോൺ അടയ്ക്കാൻ കഴിയാതെ ഈ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ് വഴി ആധാരമായി കിടക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ജപ്തിയായി കിടക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. അങ്ങനെ ലോക രാജ്യങ്ങളിൽ കർത്താവേ, ദൈവ പ്രവർത്തി ഇന്ന് പകൽക്കാലം ഏതെല്ലാം ടൈം സോണിലായിരിക്കുന്നോ അവിടെല്ലാം ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം. അവിടുത്തെ കാലം തൊട്ട് വിടുവിച്ചതിനായി സ്തോത്രം. സൗഖ്യമാക്കിയതിനായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ നാമം സകലത്തിലും മഹത്വപ്പെടട്ടെ. അങ്ങയുടെ നാമം സകലത്തിലും മഹത്വപ്പെടട്ടെ. ഇവരെല്ലാം ബന്ധനമഴിഞ്ഞ് കെട്ടുകൾ പൊട്ടി കർത്താവേ, കർത്താവിന് വേണ്ടി ശക്തിയോടെ നിൽക്കുന്നവരാക്കി കർത്താവ് ജനത്തെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. പ്രത്യേകിച്ച് ആരോമ ടിവി ഫാമിലിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ദാസനെ കുടുംബത്തെ ഒന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, 100 മടങ്ങ് കർത്താവ് അനുഗ്രഹിക്കണം. അധികം ശക്തിയോട് കർത്താവിനോട് പ്രയോജനപ്പെടുവാൻ കുടുംബത്തെയും ഈ ടിവിയെ കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബലമുള്ള കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. വളരെ നന്ദി കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാം ചെന്നിത്തല അവറുകൾ. അനുഗ്രഹീതമായ ജീവിതത്തിലെ നല്ല അനുഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളും ദൈവം നടത്തിയ നാൾ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കാൻ സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസനുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ശക്തമായി കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹം ഞങ്ങൾ അറിയിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾക്ക് വലിയ ഒരു അനുഗ്രഹമായ ഒരു ചലഞ്ചായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ്റെ കൂടി ആയിത്തീരും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിർദ്ദേശങ്ങളും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും
ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com